എന്നേശുനായകൻ ഏതു നേരത്ത് നടത്തിടുന്നവൻ എണ്ണിയാ തീരാത്ത നന്മകൾ ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എണ്ണിയാ തീരാത്ത ചെയ്തവൻ എന്നെ സ്നേഹിച്ചവൻ ഹല്ലേലൂയ എത്ര നല്ലവൻ എന്നേശുനായകേ ഏതു നേരത്ത് നടത്തിടുന്നവൻ എന്നേശുനായകേ ഏതു നേരത്ത് നടത്തിടുന്നവൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല ഞായറാഴ്ച കൂടി ബലിനാ ദൈവത്തെ ആരാധിപ്പാൻ തൻ്റെ മക്കളാ നമ്മയൊക്കെയും കർത്താവ് തമ്പുരാൻ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിന് അളവറ്റ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. നൽകി തന്ന ആയുസ്സിനും ആരോഗ്യത്തിനും സൗഖ്യത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ദൈവകൃപകൾക്കും എല്ലാറ്റിനുമായി തിരുനാമത്തിലേക്ക് കൂടി സ്തോത്രം ചെയ്യുവാൻ പരിശുദ്ധാത്മാവാ ദൈവം നമ്മെ സഹായിച്ച് ശക്തീകരിക്കുന്ന കർത്താവിൻ്റെ കരുണയ്ക്കായി തിരുനാമത്തിന് വന്ദനം ചെയ്യുന്നു. പ്രിയ ബെൻസി പാസ്റ്ററോട് ഒന്നിച്ച് ഒരു വിശുദ്ധ ആരാധന ഇന്ന് പകൽ കർത്താപ്പശൻ ദാനമായി നൽകി തന്നുള്ള ദേവദാസനെ ഞാൻ ആകപ്പാടെ ഒറ്റ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രിയ കുഞ്ഞളമ്മയുടെ ഭവനത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ ദേവദാസന് ഞങ്ങളുടെ ചർച്ചിൽ എനിക്ക് തോന്നുന്ന പ്രാവശ്യം വരികയും പിന്നീട് എൻ്റെ വൈഫും കുഞ്ഞുങ്ങളൊക്കെ കാനഡയ്ക്ക് വരുന്ന സമയത്ത് യാത്രയപ്പോൾ മീറ്റിങ്ങിനുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവനെ കടന്നു വന്ന് ദൈവവചനം ശുശ്രൂഷിപ്പാനൊക്കെ കർത്താവ് ബലപ്പെടുത്തി. തീർച്ചയായും യാദൃശ്ചികമായിട്ടാണ് ഞാൻ ദേവദാസിനെ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ ബ്രദറോടെ വന്നപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കാണാനും പ്രാർത്ഥിപ്പാനുമുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഞാൻ അങ്ങനെ വിളിച്ചതാണ്. അപ്പം പിന്നെ അതൊരു വീണ്ടും ഒരു പരിചയം പുതുക്കാനും ഒരു ആരാധനയ്ക്ക് കടന്നു വരത്തക്ക ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാത്തിയൊക്കെ സഹായിച്ചു. എന്നാൽ പ്രിയ കുഞ്ഞളാമ്മയും തമ്മിച്ചാനും ഇല്ലെന്ന് ഓർക്കുമ്പോൾ കാരണം അവർക്കൊരു സർപ്രൈസ് ആയിരിക്കട്ടെ. കാരണം ഒത്തിരി വർഷങ്ങളായുള്ള ബന്ധം ആ കുടുംബവുമായിട്ടുണ്ട്. ഇനിവേ ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ എനിക്ക് ഒത്തിരി പ്രിയ ലിജോ, എനിക്ക് അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ എന്നെ പരിചയപ്പെടുത്തി എനിക്ക് ഓർമ്മയില്ലായിരുന്നു നിശ്ചയമായിട്ട്. കാരണം 10-25 കൊല്ലം മുമ്പ് ഉള്ള രൂപമല്ലല്ലോ, ഒത്തിരി മാറി. ഞാൻ പക്ഷേ മാറിയെങ്കിൽ അദ്ദേഹത്തിന് എന്നെ തിരിച്ചറിഞ്ഞില്ലെന്ന് ഓർത്ത് ഒത്തിരി സന്തോഷമുണ്ടെന്നല്ല പറഞ്ഞ ഡേറ്റ് സഹിതം ഒരു ദൈവോധൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. കാരണം നമ്മൾ രക്ഷിക്കപ്പെട്ടത്, സ്നാനപ്പെട്ടത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്, ചില ടേണിംഗ് പോയിൻറ്റുകൾ ലൈഫിലുണ്ടാകുന്നതൊക്കെ കൃത്യമായിട്ട് ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തോടുള്ള നന്ദിയുള്ള ഹൃദയങ്ങൾക്ക് മാത്രമേ ആമേ സാധിക്കത്തുള്ളൂ. നടത്തിയ കർത്താവിൻ്റെ ദാസൻ എന്ന പകൽ വായിച്ച സംഘത്തെ പറഞ്ഞ പോലെ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നവർക്ക് മാത്രമേ അത് സാധ്യമായി തീരത്തുള്ളൂ. ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഇല്ലായ്മയുടെ കാലങ്ങളിൽ നിന്ന് ദൈവം എന്നെ നടത്തിയ ഓരോ വഴികളും ഞാൻ ഓർക്കാറുണ്ട്. ഒരു വള്ളിച്ചപ്പലുമായിട്ട് പാരകൻ്റെ ഇന്നത്തെ കഥതൊക്കെ ഉണ്ടോ ഉപയോഗിക്കുന്നുണ്ട്. പാരകൻ്റെ ചപ്പലുമായിട്ട് ഡൽഹിയിൽ 19ാമത്തെ വയസ്സിൽ സുവിശേഷ വേലയ്ക്ക് വന്ന കാലം ഞാൻ പലരോടും സാക്ഷ്യത്തിൽ പറയാറുണ്ട്. അന്നോട് ഇന്ന് വരെ നടത്തിയത് സ്വർഗത്തിൽ അപ്പന, പറയുവാനും പുകഴുവാനും ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. കാമേ കർത്താവ് തമ്പുരാൻ നടത്തിയ എല്ലാ വഴികളൊക്കെ ഞാൻ സ്തോത്രം ചെയ്യാറുണ്ട്. ഞാൻ FGCയിലായിരുന്ന ആരംഭകാലത്ത് ആ സമയത്ത് ഞങ്ങൾ UP ബുള്ളൻഷഹർ ചർച്ചിൽ ഞാനും രണ്ട് ദേവദാസന്മാർ ഞങ്ങളെല്ലാം ബാച്ചിലറായിട്ട് അന്ന് എനിക്ക് 20 വയസ്സേ ഉള്ളൂ. 20ാമത്തെ വയസ്സിൽ അവിടെ പോയി ഞങ്ങൾ സുവിശേഷ വേല ഞാൻ പറഞ്ഞു വിട്ടു. ആ കാലഘട്ടത്തിൽ ഒരു ഫെയ്ത്വമുണ്ട്, വിശ്വാസത്തിൻ്റെ വേലയാണെന്ന് ശക്തമായിട്ട് ചെയ്തോളം പറഞ്ഞ് വിട്ടേക്കത്തേ ഉള്ളൂ. ഫെയ്ത്വമുണ്ട് താമസിക്കാൻ, പക്ഷേ ഭക്ഷണപാനീയങ്ങൾക്കൊന്നും ഒരു സപ്പോർട്ടുമില്ല. എന്നാലൊന്ന് കുറേ ട്രാക്റ്റ് കിട്ടും, ഈശുക്കി കഹാനി എന്നൊരു പുസ്തകം കിട്ടും. അപ്പോൾ ഇത് കൊണ്ടു നടന്ന് വിറ്റോണം. ഈശുക്കി കഹാനി കേവൽ 25 പൈസ ലേലോവായി എന്ന് പറഞ്ഞിങ്ങനെ ഗല്ലിയായിട്ട് കൊണ്ടു നടക്കണം. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ 3 വഴിക്ക് തിരിഞ്ഞ് ഈ ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി ഉച്ച കഴിയുമ്പോഴത്തേക്കും ഒരു 3 മണി 4 മണിയാകുമ്പോഴത്തേക്കും ഈ നിങ്ങൾക്കറിയില്ല ഇവിടുത്തെ ചൂട് സഹിക്കാൻ മേലെങ്കിൽ UPയിലെ ചൂട് എന്തേലും ആ ചൂട് സമയത്ത് ഇതെല്ലാം കൊണ്ടു നടന്ന് വിറ്റിട്ട് ദൈവത്തിന് സ്തോത്രം സുവിശേഷം കൊണ്ടു നടക്കുക, ട്രാക്റ്റ് കൊണ്ടു നടക്കുക. പക്ഷേ ഞങ്ങൾ ചിരിച്ചുകൊണ്ട് പറയും നിർബന്ധം എൻ്റെ മേ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് കഷ്ടമെന്ന് പൗലോസ് പറഞ്ഞത് ഞങ്ങൾ മാറ്റി പറയും. ഞങ്ങളിത് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അയ്യോ കഷ്ടം, കാരണം പട്ടിണി കിടക്കും.
കാരണം ഇതുകൊണ്ട് വിറ്റിട്ട് 25 പൈസ വെച്ച് കൂട്ടി കിട്ടിയാലേ ഉച്ച കഴിഞ്ഞൊരു 4 മണി 5 മണി 1 കിലോ അരിക്കുള്ള പൈസയാകത്തുള്ളൂ. അത് കൊണ്ടുവന്നിട്ട് വേണം കഞ്ഞി വെക്കാനായിട്ട്. അങ്ങനെ കഴിഞ്ഞു പോയ ഒരു കാലഘട്ടങ്ങളുണ്ട്. ദൈവമാർഗം കടക്കാരനല്ലെന്ന് മാത്രം പറഞ്ഞ് ഇന്ന് മുതൽ നടത്തിയ വഴികൾ നടത്തിയത് ഞാനിത് പറഞ്ഞ പ്രിയപ്പെട്ടവൻ്റെ സാക്ഷ്യം. ആമൻ ഏത് ദിവസം ഏത് മാസം ആമൻ ഈ പട്ടണത്തിൽ അല്ലെങ്കിൽ കാല് ചവിട്ടിയെന്നോ ആ ചർച്ചിൽ വന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ 2-3 മാസത്തെ ആ പരിമിതമായ കാലഘട്ടങ്ങളിൽ ദൈവത്തെ ആരാധിച്ച ആരാധനയുടെ വേളകൾ ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞെങ്കിൽ ഞാൻ നിർമ്മല ഹൃദയത്തോടെ പറയട്ടെ, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. നടത്തിയ വഴികളെ ഓർക്കുന്നവർ, പണ്ടത്തെ നാളുകൾ ഓർക്കുമ്പോൾ ദൈവസ്ഥനെ ഞാൻ ആത്മാർത്ഥതയോടെ പറയട്ടെ, പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നവർക്കായി സ്വർഗം ഇന്ന് പകൽ സന്തോഷിക്കുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരയുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ ആമേ സഭയ്ക്കകത്ത് കരയുന്നതും പ്രാർത്ഥിക്കുന്നതും ഒക്കെ നല്ലതാണെങ്കിലും തനിച്ചിരുന്ന് ആമേ തനിച്ചു പാർക്കുന്ന കുരുകിലിനെ പോലെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാർ ദൈവമക്കൾ അവരുടെ നടുവിൽ ആമേ കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യുമെന്ന ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ കൊയ്ത്തിന് വേണ്ടി സ്വർഗം വഴികൾ തുറക്കുന്നവരാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നൊരു കാര്യം പറയട്ടെ, ആമേ ചിലപ്പോഴൊക്കെ നമുക്ക് കരയാനായിട്ട് സാധിക്കത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ നാളുകൾ ഓർക്കുമ്പോൾ ഒരു ഉടുപ്പിന് മറ്റൊരുടുപ്പ് കുതിച്ച നാളുകൾ, കീറിയ ആമേ ഉടുപ്പമിട്ട് സ്കൂളിൽ പോയ കാലങ്ങൾ, അല്ലെങ്കിൽ നനഞ്ഞൊഴിഞ്ഞ കൂരയ്ക്കുള്ളിൽ ജീവിച്ച കാലങ്ങൾ, ശൂന്യതയുടെ പടവുകൾ നിറച്ച ദൈവത്തിൻ്റെ കര ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ എന്ന് പറയത്തക്ക നിലയിൽ എൻ്റെ കർത്താവ് നടത്തിയ വഴികളല്ലാതെ, എൻ്റെ സ്വർഗം ഒരുക്കിയ നന്മകളല്ലാതെ എനിക്കൊന്നും പറയുവാനില്ലെന്ന് ചിന്തിക്കുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്ന് കണ്ണുനീരിൻ്റെ ആമേ ധാരയൊഴുകി ദൈവസന്നിധിയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ തമ്പുരാന് സ്തോത്രയാഗം അർപ്പിക്കാനിടയായി തീർന്നുവെങ്കിൽ അതാണ് സ്വർഗീയ ആരാധന, അതാണ് ദൈവ സാന്നിധ്യം പകരുന്ന ആരാധന. ഇന്ന് പകൽ നാഥൻ നടത്തിയ വഴികൾ, നാഥൻ നടത്തിയ വിധങ്ങൾ ഓർത്തുകൊണ്ട്, പണ്ടത്തെ നാളുകളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നവർ ഇന്ന് പകൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ ഹൃദയമൊന്ന് പൊടിയട്ടെ. ഇരിക്കുന്ന സ്ഥലം അവൻ ദൈവത്തിൻ്റെ ആലയമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്നവരെ നോക്കാതെ കർത്താവിത്വത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബമോ എന്തുള്ളത് പറയത്തക്ക നിലയിൽ പണ്ടത്തെ നാളുകളെ ഓർക്കുന്നവർ അല്പസമയം ദൈവത്തെ ഒന്ന് നിറഞ്ഞ മനസ്സോടെ സ്തോത്രത്തിൽ നിറഞ്ഞ കണ്ണുനീരോടെ സ്തുതിക്കുക, ആർപ്പോടെ സ്തുതിക്കുക, സന്തോഷത്തോടെ സ്തുതിക്കുക, ആമേ ദൈവിക ആമേ പ്രത്യാശയോടെ സ്തുതിക്കുക. ആത്മാവിൻ്റെ ശക്തി പെയ്തിറങ്ങുന്ന ജീവിതങ്ങൾ അന്യഭാഷ അടയാളത്തോടെ ആത്മാവിൻ്റെ ശക്തിയോടെ ആത്മനിറവോടെ കഴിഞ്ഞ കാലങ്ങളിൽ ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച വിശുദ്ധ ജനങ്ങൾ ഹല്ലേലൂയ. ഇന്ന് സൊസൈറ്റിയിൽ തന്ന മാന്യതകൾ, പദവികൾ ഒന്നുമല്ല കർത്താവ്. ഇത്രത്തോളം എന്നെ അനുഗ്രഹിച്ച, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന എൻ്റെ ദൈവത്തിന് മുമ്പിൽ ഞാൻ ഇനിയും നൃത്തം ചവിട്ടി എൻ്റെ കർത്താവിനെ ആരാധിക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ ആർപ്പുവിളിയോട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വിശുദ്ധാരാധന ഇന്ന് പകലും വെളിപ്പെടണമെങ്കിൽ പണ്ടത്തെ നാളുകൾ ഓർക്കട്ടെ. ആത്മാവിൽ നിറഞ്ഞ് ആരാധിച്ച നാളുകൾ, പരിശുദ്ധന്റെ സാന്നിധ്യം നുകർന്ന് ആരാധിച്ച നാളുകൾ, ദർശനങ്ങൾ വെളിപ്പെട്ട് വെളിപ്പാടിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ആത്മശക്തിയെ പുതുക്കിയ സ്വർഗീയ ആരാധന പ്രാർത്ഥനാലയത്തെ കുടുംബങ്ങളെ ഇന്ന് നമുക്ക് കത്തി ജ്വലിക്കട്ടെ. അഭിഷേക തൈലം ശക്തിയോടെ കവിഞ്ഞൊഴുകട്ടെ. ആത്മസാന്നിധ്യം നിറഞ്ഞു തുളുമ്പട്ടെ. അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ. മുഖത്തിന്റെ അമിക്കലിൽ പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്മകളുണ്ട്, പഴികളുണ്ട്, ദുഷികളുണ്ട്, രോഗങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, അപമാനങ്ങളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ മീതെ ആത്മശക്തിയുണ്ട്, അഭിഷേകത്തിന്റെ ശക്തിയുണ്ട്. ഇന്ന് പകൽ കർത്താവേ അങ്ങേ ആരാധിക്കുമ്പോൾ സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതങ്ങളെ തകർക്കുന്ന ദൈവശക്തി ഒരിക്കൽ കൂടി അനുഭവിച്ചറിയുക. സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ദൈവത്താൽ തന്നെ പറയത്തക്ക നിലയിൽ യേശുവിന്റെ നാമത്തെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാത്താന്യ കോട്ടകൾ ഇളകി മറിയട്ടെ. ദുഷ്ടാധിപത്യ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ചില ഹാമാന്യ ശക്തികൾ ഇന്ന് പകൽ ഉടയട്ടെ. നിന്ദിക്കുന്ന, പഴിക്കുന്ന, ദുഷിക്കുന്ന, കഴുകമരമൊരുക്കി കാത്തിരിക്കുന്ന, നിന്റെ സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുമെന്ന് പറഞ്ഞ്, നിന്റെ നന്ദിയെ കെടുത്തുമെന്ന് പറഞ്ഞ്, നിന്റെ ഉയർച്ചയെ തകർക്കുമെന്ന് പറഞ്ഞ് വല്ലാതെ പോരടിക്കുന്ന വ്യാപാര ശക്തികൾ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൾ അഴിയപ്പെടുക. മോർദെഖായി ഇന്ന് മകൾ ജീവിക്കുന്ന ദൈവത്തെ, നിഷ്കളങ്കന ദൈവത്തെ ആരാധിക്കുന്ന, അവൻ പരിശുദ്ധ ദൈവത്തെ ആരാധിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാജാവിന്റെ ഉറക്കം കെടുത്തി ദിനവൃത്താന്ത പുസ്തകങ്ങൾ പണ്ടത്തെ കാലങ്ങൾ അവയെ കുറിച്ച് നോക്കിയപ്പോൾ അവയെ യേശുവിന്റെ നാമത്തെ മോർദെഖായിക്ക് സ്വർഗം കൊടുക്കേണ്ട വിടുതലിനെ സ്വർഗം ഓർമ്മപ്പെടുത്തിയെങ്കിൽ ഇന്ന് മകൾ രാജാതി രാജാവ്, കർത്താവ് തന്റെ ദിനവൃത്താന്ത പുസ്തകങ്ങൾ തുറന്ന്
റീമാനക സിയാനബല രഹസ്യ റീകൗടമല രഹസ്യാനബ എന്ന മകച്ചല അവൻ അഗസ്യരേശ് രാജാവല്ല, രാജാതി രാജാവ്, കർത്താതി കർത്താവ്. നിന്റെ പണ്ടത്തെ കാലങ്ങളെ ഓർത്ത് കണ്ണുനീരിന്റെ നടുവിൽ അന്ന് നിന്നയുടെ പഴിയുടെ ദുഷിയുടെ നടുവിൽ ആരാധന മുടക്കാതെ, പ്രാർത്ഥന മുടക്കാതെ, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും നിന്റെ സങ്കടം ബോധിപ്പിച്ച് കരയുന്ന നിന്റെ കണ്ണുനീരിന് ഇന്ന് പകരം മറികടക്കാത്ത ദൈവ സാന്നിധ്യത്തിൽ രാജാതി രാജാവ് ഇറങ്ങിയിട്ടുണ്ട്. ദിനവൃത്താന്ത പുസ്തകം മറിച്ചു നോക്കുമ്പോൾ ഈ മൊർദെഖായിക്ക് എന്ത് പ്രതിഫലം കൊടുത്തു എന്ന് പറയത്തക്ക നിലയിൽ ആ രാത്രി രാജാവ് ഉറക്കം കൊടുത്തില്ലെങ്കിൽ ഇന്ന് അവൻ ഇസ്രായേലിന്റെ പരിപാലകൻ, മയങ്ങാത്ത ദൈവം, ഉറങ്ങാത്ത നാഥ്, ഉറക്കം കെട്ട രാത്രികളിൽ നിന്ന് വിടുവിപ്പാനായിട്ട് നിന്ദിക്കുന്നവരുടെ നടുവില്, അവൻ പഴിക്കുന്നവരുടെ നടുവില് നിന്നെ മാനിച്ചുയർത്തുക, നിന്റെ ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുക, പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടത് നന്മയ്ക്കായി അടയാളം ഒരുക്കുക. ദൈവത്തിന്റെ കരമതി ശക്തമായി ചലിക്കുമെന്ന് വിശ്വസിക്കുന്നവർ ഓ അത്യുന്നതന്റെ ശക്തി വ്യാപരിക്കട്ടെ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും അത് ഫലിക്കത്ത ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന ഇതുപോലെ വചനത്തിൽ കൂടെ അവൻ ശക്തിയോടെ അവൻ വ്യാപരിക്കുന്ന ദൈവാത്മാവിന്റെ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം പറയുക. വിത്തൻ ഒരുക്കിയ കണികൾ കുരുക്കുകൾ അവൻ യേശുവിന്റെ നാമത്തിൽ ഇതുപോലെ ഉടഞ്ഞ് തകരുന്നത് നീ ആത്മാവിൽ കാണുക. പാമ്പിന്റെ, തേളിന്റെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടി മരിക്കുന്ന ഒരു ദൈവശക്തി നിന്റെ ആരാധന വിടുതലുണ്ട്, നിന്റെ സ്തുതികളെ മേൽ വിടുതലുണ്ട്. മരിച്ചവരും മൗനത്തിൽ ഇറങ്ങിയവർ ആര് ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോ ഇന്ന് അത്യുന്നതന്റെ ശക്തിയും അഭിഷേകത്തിന്റെ തൈലവും അവൻ ഹൃദയത്തിനകത്ത് വ്യാപരിക്കുന്ന ദൈവജനങ്ങൾ ശത്രുവിന്റെ തീയമ്പകൾ കത്തിക്കരിച്ച് ചാമ്പലാക്കുന്ന ഒരു ദൈവശക്തി, ആത്മാവിന്റെ അഭിഷേകം ഇന്ന് പ്രാർത്ഥനാത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന തിരിച്ചറിയ ദൈവജനമേ, ഇത് പെന്തക്കോസ്തിന്റെ ശക്തിയാ, ഇത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ, ഇത് അഭിഷേകത്തിന്റെ ശക്തിയാ, ഇത് ആരാധനയുടെ ശക്തിയാ. ചിലതിനെ ഉടയ്ക്കുക, ചിലതിനെ തകർക്കുക. ഹല്ലേലൂയ. ഓ ജീവാ മാമാ വാച്ചോ തേബാല രഹസ്യാരബ ആത്മാവിന്റെ ശക്തിയോടെ, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഹൃദയം നിറഞ്ഞ കവിയുന്നുവല്ലോ. വായ സംസാരിക്കുന്നത് അതരങ്ങൾ ചലിക്കട്ടെ, അതരങ്ങൾ ചലിക്കട്ടെ. ആത്മശക്തി, ആത്മശക്തി, ആത്മശക്തി അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. പാമ്പിന്റെ, തേളിന്റെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടി മതിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പലരും നിന്നെ ചവിട്ടി മതിച്ചു, പലരും നിന്നെ തകർക്കുവാൻ നോക്കി. അവൻ ദുഷിപ്പിക്കുന്ന കണ്ണുകളോടെ, ദുഷിക്കുന്ന നാവുമായി നിനക്കെതിരെ വല്ലാതെ പോരടിക്കുന്ന പൈശാചിക മേഖലകൾ അറുക്കപ്പെട്ട ദൈവ കുഞ്ഞാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ശാസിക്കപ്പെടുക. അവൻ പാമ്പിന്റെ, തേളിന്റെ, ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടി മതിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ നാവിൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ജീസസ് 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 ജീസസ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. ആമേൻ. ഇപ്പോൾ 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 കർത്താവിന്റെ സാന്നിധ്യം വരട്ടെ. ആത്മാവേ ശക്തി കൊണ്ട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ ശക്തി കൊണ്ട് നിറയ്ക്കണമേ. അന്യായ ബന്ധനങ്ങൾ അറിയപ്പെടണമേ, യുഗത്തിന്റെ അഭിക്കല്ല് പൊട്ടണമേ, പാരമ്പര്യ ശക്തികൾ തകരണമേ, ദേശത്തിന്റെ ആധിപത്യ കെട്ടുകൾ അറിയണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, എല്ലാ നാമത്തിലും എല്ലാ നാമത്തിലും ഉന്നതമായ യേശു ക്രിസ്തു സ്വർലോകരുടെ, ഭൂലോകരുടെയും അത്താലോകരുടെ മുഴങ്ങിയാൽ ഒറ്റം മടക്കുന്ന സ്വർഗീയ നാമം. ആത്മാവേ ശക്തി പകരണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ, ആത്മസാന്നിധ്യം പെയ്തിറങ്ങണമേ. ഹല്ലേലൂയ. രോഗികൾ സൗഖ്യമാകട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. അവൻ വടുതൊട്ട് മുടിയോടെ ദൈവകൃപ വ്യാപരിക്കട്ടെ, ഉള്ളങ്കൽ ഉച്ചോടെ ദൈവ ശക്തി കവിഞ്ഞെടുക്കട്ടെ. ഹല്ലേലൂയ. ഓ ജീസസ്. നാഡീധർമ്മങ്ങളെ ബലപ്പെടുത്തണമേ, അസ്ഥിമജകളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധമായ ശക്തിയ, പരിശുദ്ധമായ ശക്തിയ യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതക്ക്. അവർ കഴുകിട പോലെ ചിറകടച്ച പറക്കും. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കാൽവരി രക്തം, കാൽവരി രക്തം, കാൽവരി രക്തം. യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ രക്തത്താൽ ഗിലെയാദിന്റെ ഔഷധ തൈല ചില നട്ടെല്ലുകളെ വ്യാപരിക്കട്ടെ, അവൻ നരിയാടികൾ വ്യാപരിക്കട്ടെ, അസ്ഥിമജ്ജകൾ വ്യാപരിക്കട്ടെ. ദൈവശക്തിയെ പെയ്തിറങ്ങട്ടെ. നാളുകൾ അതിനെ ബന്ധിച്ച രോഗശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഇപ്പോൾ ഇപ്പോൾ യേശു കർത്താവിന്റെ ആണിപ്പടത്തെ തിരിക്കര ഉള്ളക്കൽ ഉച്ചവരെ സൗഖ്യത്തിലൂടെ ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ.
മൈഗ്രൈന്റെ കെട്ടുകൾ പൊട്ടട്ടെ, നട്ടലിലെ ക്ഷീണങ്ങൾ തകലരട്ടെ. അവന് നിവർന്നേപ്പ് കഴിയാതെ പോരടിക്കുന്ന ബന്ധന ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അരിയട്ടെ. ഹല്ലേലൂയ. കൈകാലികളുടെ മരവെപ്പ് ഇന്ന് യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ രക്തത്താൽ അത് അഴിഞ്ഞു മാറട്ടെ. ഗിലെയാദിലെ ഔഷധ തൈലം അമേ ശക്തിയോടെ പകരട്ടെ കർത്താവേ. ഹല്ലേലൂയ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം, എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും അധികം ഉറപ്പുള്ളവർ ആത്മശക്തികൾ ഇന്ന് ആരാധിക്കുമ്പോൾ അമ്മ നീണ്ടിട്ടുള്ളത് കടപ്പകരത്തെ ആത്മനദിയിലേക്ക് എന്നെ ഇറക്കുന്ന ഈ പകല്. ഹല്ലേലൂയ. അമ്മ ശരീരമാസകലം ആ ദൈവിക സൗഖ്യം ഞാൻ അനുഭവിക്കുക. ശരീരമാസകലം വേഗം വേഗി ആത്മാവ് ഇന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടുക, അനുഗ്രഹിക്കപ്പെടുക. പ്രിയരേ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ നീ സകലത്തിലെ ശുഭമായി സുഖമായി ഇരിപ്പത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനം പെയ്തിറങ്ങട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ശക്തിയോടെ അവയെ പ്രാർത്ഥനത്തിൽ വ്യാപരിക്കുമാറാകട്ടെ. മുട്ടോളമല്ല അരിയോളമല്ല നീതിയല്ല കടപ്പ കഴിയാത്ത ആത്മപ്രവാഹത്തിൽ ആത്മനദിയിൽ. ഹല്ലേലൂയ. പെരുവെള്ളം തലയ്ക്ക് മീതെ കടന്നു വരുമ്പോ ഇത് നിന്നെ മുക്കിക്കളെന്ന് പറയുമ്പോ ആത്മാവിന്റെ നദി കവിഞ്ഞൊടുക്കുമ്പോ പരിശുദ്ധ നദി കവിഞ്ഞൊടുക്കുമ്പോ മുട്ടോളമല്ല അരയോളമല്ല നീതിയല്ല കടപ്പ കഴിയാത്ത ആത്മനദിയിലേക്ക് പെയ്തിറങ്ങുമ്പോ. ഹല്ലേലൂയ. Praise you, Jesus. Praise you, Jesus. ഞാൻ നിഷ്കളങ്ക ഹൃദയത്തോടെ പറയട്ടെ, ഇന്ന് ഞാൻ 3 ദിവസം ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ഉപവാസത്തിൻ്റെ ഈ 3ാമത്തെ ദിവസം ദൈവസേനയിൽ കടന്നു നിങ്ങളുടെ നടുവിലായിരിക്കുമ്പോൾ ഞാൻ എഴുതി കൂട്ടി കൊണ്ടുവന്നതോ ഞാൻ പ്ലാൻ ചെയ്തതൊന്നുമല്ല സംസാരിക്കുന്നത്. കാരണം ആദ്യം എൻ്റെ ടെസ്റ്റ് മോണിയൊക്കെ ഒന്ന് പറഞ്ഞിട്ട് എന്നെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ദൈവത്തിലൂടെ കടക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇന്ന് സ്വർഗത്തിലെ അപ്പൻ ആ നിലയിലല്ല ഇവിടെ ഇറങ്ങി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ ആ കരുണയും കൃപയും എല്ലാ മഹത്വവും പുകഴ്ചയും എൻ്റെ അപ്പനെ ഞാൻ അർപ്പിക്കുക. ഇതുപോലെ ഞാൻ നിർമ്മല ഹൃദയത്തോടെ പറയട്ടെ, ഈ ആരാധന ചില ജീവിതങ്ങളെ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട്. അഴിയപ്പെടാത്ത ചില ബന്ധനങ്ങൾ ഇന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്വർഗം മറുത്തു മാറ്റുന്നത്, ആത്മാവിൽ അത് റിസീവ് ചെയ്യുന്ന ജീവിതങ്ങളുടെ നടുവിൽ അവൻ നാളുകളായി ചില കഷ്ടപ്പെടുത്തുന്ന മേഖലകളിൽ അവൻ ദുഷ്ടൻ നിന്നെ വല്ലാതെ ഞെരുക്കുന്ന കർത്താദാസനോട് യോബിനെ പോലെ പല മേഖലയിൽ നിന്നെ മാനസികമായി ക്ഷീണിപ്പിക്കുന്ന തളർത്തുന്ന ചില കെട്ടുകൾ സ്വർഗമെന്ന് പൊട്ടിക്കുന്ന ആമെ പകലായി തീർക്കുന്ന ദൈവകൃപയുടെ ആരാധനയുടെ നിമിഷങ്ങൾക്കായി നന്ദിയോടെ എത്ര പേർക്ക് സ്തോത്രം ചെയ്യുന്നതായി തീരും. യേശുവിൻ്റെ അധികമുള്ള നാമത്തിൽ നിന്റെ ആത്മീയ നന്മയ്ക്കെതിരെ, നിന്റെ സാമ്പത്തിക നന്മയ്ക്കെതിരെ, നിന്റെ തലമുറയുടെ നന്മയ്ക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനെതിരെ ശത്രു കെട്ടിയ കർത്താവിന്റെ ദാസൻ പറഞ്ഞു 4 മേഖലയിൽ ആ മതിൽ ആമേ സംരക്ഷണം കർത്താവ് ഒരുക്കിയെങ്കിൽ വേലി കർത്താവ് കാത്തു സൂക്ഷിക്കുന്നവർക്ക് ഇതുവകൾ ദൈവാത്മാവിനെ പ്രാർത്ഥിച്ച് പറയട്ടെ, നിന്റെ ആത്മീയ ജീവിതത്തിനെതിരെ, നിന്റെ സാമ്പത്തിക നന്മയ്ക്കെതിരെ, നിന്റെ ആരോഗ്യത്തിനും തലമുറയ്ക്കുമെതിരെ ശത്രു കെട്ടിയിരിക്കുന്ന എല്ലാ കെട്ടുകളും യേശുവിന്റെ രക്തത്താലും വചനത്താലും ഇന്ന് സ്വർഗം അറുത്ത് മാറ്റി ഇതുവരെ അനുഭവിക്കാത്ത ഒരു ആത്മസന്തോഷം, ഒരു ദൈവിക സമാധാനം ഉള്ളത്തിലേക്ക് പകരുന്ന ദൈവകൃപയുടെ ആഴങ്ങൾക്കായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കത്തോലിക്കനായിട്ട് ജനിച്ചു വളരാൻ കർത്താവ് കൃപയേകി. കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിക്കാരനായിരുന്നു. എൻ്റെ അമ്മ ആണ് ആദ്യമായിട്ട് പെന്തക്കോസ്തി വരുന്നത്. അതിന് കാരണം എൻ്റെ അപ്പച്ചൻ്റെ അത്യാവശ്യം മദ്യപാനമായിരുന്നു. വീട്ടിൽ സ്വസ്ഥതയില്ലാതെ വന്നപ്പോൾ അമ്മ കരിസ്മാറ്റിക് പ്രാർത്ഥനയ്ക്ക് പോയി. അങ്ങനെ ദൈവകൃപയിലേക്ക് കടന്നു വന്ന. എന്നാൽ കർത്താവിൻ്റെ കരുണയിൽ അമ്മ പെന്തക്കോസ്തി പോയപ്പോൾ അന്ന് അമ്മയൊക്കെ ഹൈറേഞ്ചിലാണ്, കട്ടപ്പനയ്ക്ക് അടുത്ത് തങ്കമണി എന്ന സ്ഥലത്താണ്. ഞാൻ കാഞ്ഞിരപ്പള്ളി സെൻട്രൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ മൂത്ത മകനാണ്. അമ്മ പെന്തക്കോസ്തി പോയതിൻ്റെ ദേഷ്യം എൻ്റെ അപ്പച്ചൻ്റെ വീട്ടുകാർക്ക് മൊത്തം, അപ്പൻ്റെ വീട്ടുകാർ അമ്മ വീട്ടുകാരെല്ലാം കുടിമൂത്ത കത്തോലിക്കരാണ്, പാലാ കത്തോലിക്കരാണ്. അപ്പോൾ അവർ പറഞ്ഞു, നീയാണ് മൂത്ത മകൻ, നീ വീട്ടിൽ ചെന്ന് അമ്മയെ നേരെയാക്കണം എന്നുകൊണ്ട് ആ ദൗത്യം പറയാൻ എന്നെ വിട്ടു. ഞാൻ വീട്ടിൽ ചെന്ന് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് അമ്മ ശരിയാകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനാണ് മൂത്ത മകൻ, ഞാൻ ഇനി കോളേജിലൊന്നും പഠിക്കാൻ പോകത്തില്ല, ഞാനന്ന് കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അമ്മ പെന്തക്കോസ്തി പോകണം, ഞാൻ കോളേജിലെ പഠിത്തം ഇവിടെ കൊണ്ട് നിർത്തുക. വളർന്നു വരുമ്പോൾ നിങ്ങളെ പ്രാർത്ഥിക്കത്തിലൊന്നും ഞാൻ നോക്കാൻ എന്നെ കിട്ടത്തില്ല. അമ്മ പറഞ്ഞു, നീ ഏത് വഴിക്ക് പോലും എനിക്ക് വിഷയമില്ല, ഞാൻ ഈ പെന്തക്കോസ്തി ജീവിതം വിട്ടു പോകത്തില്ലെന്നു. അപ്പം പിന്നെ ആ അടവ് പോയി. എൻ്റെ പഠിത്തം ഞാൻ ബ്രേക്ക് ചെയ്തു. രക്ഷയില്ലാവുന്നപ്പോൾ എൻ്റെ നേരെ ഇളയ പെങ്ങളെ പിടിച്ച് ഞാൻ തല്ലും. അമ്മ പെന്തക്കോസ്തി പോകുന്ന എൻ്റെ ദേഷ്യം തീർക്കുന്ന ഇവരിരുന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് വലിച്ചിട്ട് എടുത്തിട്ട് ചവിട്ടിക്കൂട്ടും, തല്ലും, ഇഷ്ടംപോലെ മദ്യക്കും. അപ്പോൾ ചില ദിവസം ഞാൻ വിളിച്ചിട്ട് ഇവിടെ തല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറയും, ഈ തല്ലുന്ന തല്ലുണ്ടല്ലോ, ഇവളെ അല്ല സത്യത്തിൽ തല്ലുന്നത്, നിങ്ങളെൻ്റെ അമ്മയായിപ്പോയില്ലേ,
നേരിട്ട് തല്ലാൻ കഴിയത്തില്ലല്ലോ. അവിടെ നിങ്ങൾ എപ്പം വരെ പെന്തക്കോസ്തി തുള്ളിക്കൊണ്ടിരിക്കുന്നോ അന്ന് വരെ ഞാൻ ഇവളെ ഇങ്ങനെ അടിക്കുമെന്ന് പറഞ്ഞിട്ട് അവളെ ഇട്ട് അടിക്കുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ഞാൻ ഇവിടെ തല്ലാൻ പിടിക്കുമ്പോൾ വളരെ നല്ല ചിരിച്ചു സന്തോഷത്തോടെ വന്ന് തല്ലി മേടിക്കാൻ കൈ കെട്ടി അങ്ങ് നിൽക്കുക. അപ്പോൾ ഞാൻ ചോദിച്ചു, നിനക്ക് നടി വട്ട് പിടിച്ചു എന്ന് ചോദിച്ചു. അവൾ പറഞ്ഞില്ല, കഴിഞ്ഞ രാത്രി ദൈവം എന്നൊരു ദർശനം കാണിച്ചു, ഈ നിന്ദിക്കുന്ന ബൈബിളും എടുത്തുകൊണ്ട് എൻ്റെ ചാച്ചാച്ചൻ ലോകത്തിൻ്റെ അറ്റത്ത് വരെ പോയി യേശുവിൻ്റെ സാക്ഷ്യം നിൽക്കുന്നൊരു ദർശനം എൻ്റെ കർത്താവിനെ കാണിച്ചെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഇരട്ടി ദേഷ്യത്തോടെ നിൻ്റെ അപ്പച്ചനാടി പോകാൻ പോകുന്നതുകൊണ്ട് ഇരട്ടിയായിട്ട് അവളെ അന്ന് ചവിട്ടിക്കൂട്ടി. അന്ന് അവൾ പറഞ്ഞു, ഇഷ്ടംപോലെ തല്ലിക്കും, ഇതൂടെ കൂട്ടി സാക്ഷ്യം പറയാൻ ദൈവം അവസരം ഒരുക്കുമെന്ന് പറഞ്ഞു. ഇന്നുപോലെ അതുകൊണ്ട് അതുകൂടെ കൂട്ടി ഞാൻ സാക്ഷ്യം പറയുന്നത്. എന്നൊരു കാര്യം പെട്ടെ ഞാൻ ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ എൻ്റെ ടെസ്റ്റിമോണി മൊത്തത്തോട് ഇവിടെ പറയാനൊന്നും എനിക്ക് സമയമില്ല. കർത്താവ് എന്നെ സന്ദർശിച്ചു. ഒരു കത്തോലിക്കനായിട്ട് കത്തോലിക്ക ബൈബിളുമായിട്ട് ഞാൻ മാവേലിക്കര IM എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ എനിക്ക് സ്വതന്ത്രമായിട്ട് ബൈബിൾ ഒന്ന് പഠിക്കണം എന്നുള്ള വാശിയോടെ കടന്നുപോയി. കാരണം ഇവരെ ഒന്ന് തകർക്കുന്ന ലക്ഷ്യത്തോടെ പോയത്. കാരണം കത്തോലിക്ക ബൈബിളിന് പുറത്ത് രക്ഷയില്ലെന്ന്, കത്തോലിക്ക സഭയ്ക്ക് പുറത്ത് രക്ഷയെന്ന് വിശ്വസിക്കുന്ന ഞാൻ ഈ സത്യവേദോസം ഞാൻ കൈകൊണ്ട് കൊടുത്തില്ല. അപ്പം കത്തോലിക്ക ബൈബിളുമായിട്ട് പോയി അതിനകത്തുണ്ടെങ്കിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നത് കാര്യം, കാരണം വിശുദ്ധ വചനവാദ അങ്ങനെ വിശ്വസിച്ച് നടന്ന ഞാൻ അവിടെ വെച്ച് പഠിച്ചപ്പോൾ നമ്മുടെ ബൈബിളിനേക്കാളും മാന്യമായിട്ടാണ് നമ്മുടെ ഉപദേശ വിഷയങ്ങളെല്ലാം കത്തോലിക്ക ബൈബിൾ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അവിടെ വെച്ച് 3-4 മാസത്തെ പഠനം കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവകൃപയിൽ കടന്നു വന്നു, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ 19ാമത്തെ വയസ്സിൽ FGCയിൽ പാസ്റ്റർ മാത്യുമൻ ഒരു ടെലഗ്രാം അടിച്ച്, ആ ടെലഗ്രാമിൻ്റെ സ്റ്റോറി ഒന്നും ഞാൻ പറയുന്നില്ല, എന്നെ ഡൽഹിയിലേക്ക് കർത്താവ് വിളിച്ചു വരുത്തി. എൻ്റെ വീട് നാടും അഡ്രസ്സും ഒന്നും അറിയാത്ത മനുഷ്യന് ഒരു ടെലഗ്രാമിൽ കൂടി ഞങ്ങളെ പരിചയപ്പെടുത്തി ഇവിടെ കടന്നു വന്നു. അങ്ങനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആ കൊച്ചു പ്രായത്തിൽ തന്നെ ദൈവം ഇവിടെ ആക്കിയതിന് ശേഷം ഞാൻ മുമ്പേ പറഞ്ഞല്ല UP ആയിരുന്ന സമയത്തും അത് കഴിഞ്ഞിട്ട് FGC തന്നെ നിൽക്കുമ്പോൾ ഫരീദാബാദിൽ വെച്ച് 2 പ്രാവശ്യം RSSകാരാൽ തല്ലി മേടിച്ചു. പെന്തക്കോസിൽ പോയതിന് അമ്മയെ തല്ലിയില്ല, പെങ്ങളെ തല്ലിയിട്ട് അമ്മയെ തല്ലുമെന്ന് പറഞ്ഞ ഞാൻ അധികം കാലം താമസിക്കാതെ ദൈവം എന്നെ വിളിച്ചിറക്കി അന്യനാട്ടിൽ കൊണ്ടുവന്ന് അന്യജാതിക്കാരുടെ കാര്യങ്ങൾ ഇന്ന് തല്ലി മേടിച്ച് കിട്ടി 2 ഇടത്തുനിന്ന്. നമ്മുടെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ദൈവം പ്രവർത്തിക്കുന്ന അങ്ങനെയൊക്കെ ഓരോ മനോഹരമായ ചില ദൈവപ്രവർത്തികളൊക്കെ ഉണ്ട്, അതൊക്കെ കിട്ടി. എനിവേ അത് കഴിഞ്ഞിട്ട് ഞാൻ ഡൽഹി കർത്താവിൻ്റെ വേല ചെയ്തു. 21 വയസ്സ് കഴിഞ്ഞ സമയത്ത് 22 കയറിയില്ല, അതിനുമുമ്പ് കല്യാണം കഴിച്ചു. പാസ്റ്റർ മാത്യുമനാണ് കല്യാണം നടത്തിയത്. ഇവിടെ വികാസ്പുരിയിലാണ് കല്യാണം നടത്തിയത്. DG 385 മുമ്പ് കർത്താരദാസന് ഓർപ്പിച്ചുന്നുണ്ട്. ചില പേര് വട്ടസ് നമ്മൾ മറക്കത്തില്ല. എൻ്റെ കല്യാണം നടന്ന സ്ഥലം അന്ന് FGC ഹൗസ് അന്ന് അവിടെയാണ്, DG 385 വികാസ്പുരി. അവിടെ വെച്ച് എൻ്റെ കല്യാണം കഴിയുന്നത്. അപ്പോൾ പ്രിയ ലിജോ പറഞ്ഞ പോലെ എൻ്റെ വൈഫ് മോളി, ഞാൻ സാധാരണ ഇതിൽ ഒരിടത്തും പോയി എൻ്റെ ഭാര്യയെ ഞാൻ പൊക്കി പറയാറില്ല. പൊക്കിയല്ല, ഉള്ളതും പറയത്തില്ല, എനിക്കിഷ്ടമല്ല. അപ്പം മറ്റൊന്നും കൊണ്ടല്ല, ഭാര്യമാരെ ലിഫ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്നൊക്കെ ഉള്ള ആശയക്കാരനാണെങ്കിലും ഭാര്യ ഇരിക്കുമ്പോൾ അവളെ പൊക്കി പറയുമ്പോൾ അവളങ്ങ് പൊങ്ങിപ്പോയാലോ, അതുകൊണ്ട് ഞാൻ പറയത്തില്ല. പിന്നെ അവൾ കേൾക്കാത്തതിനോട് മാത്രം ഇപ്പം പറയുന്നത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് പറയുകയാണ്. സത്യം എൻ്റെ ശുശ്രൂഷയുടെ എല്ലാ ഉയർച്ചയുടെയും നന്മയുടെയും ദൈവം തമ്പുരാൻ കഴിഞ്ഞാൽ എനിക്ക് ഭൂമിയിൽ എൻ്റെ ഭാര്യയുടെ കണ്ണുനീരും പ്രാർത്ഥന തന്നെയാണ്. അവളൊരു നേഴ്സായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നത് ഞങ്ങൾ കല്യാണം കഴിച്ച് ഇത്രയും വർഷത്തിനിടയ്ക്ക് നേഴ്സുമാരുടെ ജീവിതം ഇരിക്കുന്ന ചില നേഴ്സുമാർക്കൊക്കെ അറിയാം, ഇഷ്ടംപോലെ ഇൻസൾട്ടും പഴിയും ദുഷിയൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ സൺഡേ ആരാധന മുടക്കാനായിട്ടുള്ള ഒത്തിരി വഴികളുണ്ട്, കാരണം ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ വരുമ്പോൾ. പക്ഷേ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് എനിക്ക് തോന്നുന്നു ഇത്രയും വർഷത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് 1-2 സൺഡേ എങ്ങാണ്ട് മിസ്സായിട്ടുള്ളൂ എൻ്റെ അറിവിൽ. കാരണം ആരാധന മുടക്കുമ്പോൾ ചങ്ക് മൊത്തം പൊട്ടും, കലങ്ങി മറിയും. ആ ദിവസം 3 ദിവസം അടുപ്പിച്ച് കരഞ്ഞ് ഉപവസിക്കും, പ്രാർത്ഥിക്കും, കർത്താവേ ആരാധന മുടക്കി എനിക്കൊരു ജോലി വേണ്ട, ആരാധന മുടക്കി എനിക്ക് അങ്ങനെയൊക്കെ ഒരു നേഴ്സിന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ നേഴ്സുമാർ ഡ്യൂട്ടി ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ പിടിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് പാസ്റ്റർ ഭാര്യ എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇല്ല. പക്ഷേ സാധാരണ സ്ഥിതിയിൽ നിന്ന് അവിടെ ഓരോരോ പടികൾ ചവിട്ടി ലാസ്റ്റ് ഞങ്ങൾ കാനഡയ്ക്ക് പോകുന്ന സമയത്തോട് ബാലാജിയിലെ ANS ആയിട്ട് ചില വർഷങ്ങൾ ജോലി ചെയ്തതിന് ശേഷമാണ് അവൾ പോകുന്നത്. അങ്ങനെ ഒത്തിരി പേരെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാനും ചർച്ചിൽ മുമ്പേ പറഞ്ഞ പോലെ എവിടെയൊക്കെ ഒരു നേഴ്സുണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ ഒരു മലയാളി ഉണ്ടോ അവരെല്ലാം കണ്ട് സുവിശേഷം പറയാനും ചർച്ചിൽ കൊണ്ടുവരും. എന്നെക്കാളും കൂടുതൽ സുവിശേഷം പറഞ്ഞു നടക്കുന്ന ഒരു സ്പിരിറ്റ് ദൈവമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും അതുതന്നെയാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര് വന്നാലും ആ വീട്ടിലെപ്പോഴും ഫുഡും കാര്യങ്ങളും പാസ്റ്റർ KC ജോൺ തൊട്ട് IPCയിലെ ശ്രേഷ്ഠമ ദേവദാസന്മാരൊക്കെ വരുമ്പോൾ കൺവെൻഷൻ വേദികളൊക്കെ ഒരുക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിലായിരിക്കും അവർക്കെല്ലാം ഫുഡ് കൊടുക്കുന്നത്. ആ നിലയിൽ ദൈവം എല്ലാ നിലയിലും കർത്താവിൻ്റെ വേണ്ടിയിട്ട് പ്രയോജനപ്പെട്ട ദൈവം സഹായിച്ചു. എന്നാൽ അവളെ എൻ്റെ ജീവിത പങ്കാളി കിട്ടുമ്പോൾ ഒരു അത്ഭുതം നടന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കൊച്ചു പ്രായത്തിൽ 21 വയസ്സിൽ കല്യാണം കഴിക്കുന്ന ആളൊന്നുമില്ല. എന്നാൽ ഈ FGCയുടെ ഒരു ബൈബിൾ സ്കൂളിൽ എന്നാലും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടുത്തെ ഒരു ടീച്ചർ ഇവൾ അന്ന് മയൂരുകാർ FGCയിലെ ഒരു മെമ്പറാണ്. എനിക്കിവളെ അറിയത്തില്ല, കണ്ടിട്ടുമില്ല. അപ്പോൾ അവർ പോയി പെണ്ണ് കണ്ടു, ഇവളെ കണ്ടു. ഒരു സാറ്
ആ സാറ് പോയി കണ്ടിട്ട് നമ്മുടെ പി കെ സാങ്കുട്ടി പാസ്റ്റർ എല്ലാം ഉണ്ട്, ഇവരെല്ലാം ഒരുമിച്ചിരിക്കും. ഇന്ന് പോയി കണ്ട പെണ്ണെ കണ്ടു പറഞ്ഞു. അത് ഞങ്ങൾ ഡാമിൽ പോയി കണ്ടത്, അതായത് പെണ്ണ് കാണുമെന്നൊന്നും പറഞ്ഞില്ല, ചുമ്മാ പോയി നിന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട പിന്നീട് ഒഫീഷ്യലായിട്ട് കണ്ടാൽ മതിയില്ല, അങ്ങനെ പോയി കണ്ടതാണ്. പക്ഷേ കണ്ടപ്പം അവിടെ കണ്ണിനകത്ത് ഭയങ്കര ഒരു സോഡാക്കുപ്പിയുടെ ഗ്ലാസ്സാണ് വെച്ചിരിക്കുന്നത്, കണ്ണാടി. ഇത്രയും കൊച്ചു പ്രായത്തിൽ 20-21 വയസ്സിൽ ഇത്രയും സോഡാക്കുപ്പിയുടെ ഗ്ലാസ് വെച്ചിരിക്കുന്നത് ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു 10-40 വയസ്സ് എന്തായി തീരും, അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കത്തോലിക്കെന്ന് ഇറങ്ങി ഇങ്ങനെ നല്ല തീ പോലെ നിൽക്കുന്ന സമയമാണ്. ഞാൻ ഇപ്പം മരുന്നെടുക്കും അസുഖങ്ങളൊക്കെ വന്നാൽ, കാരണം വെച്ചാൽ നേഴ്സിനെ കെട്ടിയതിന് ഗുണമാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അന്ന് ഞാൻ വിശ്വാസം എന്ന സമയത്ത് മരുന്നേ എടുക്കത്തില്ല, ചത്താലും ജീവിച്ചാലും കർത്താവിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞു, പാസ്റ്ററെ സാറുമാരെ നിങ്ങൾ എന്തോ വിശ്വാസം പറഞ്ഞത്, ഏത് യേശുവിനെ നിങ്ങൾ പ്രസംഗിക്കുന്നത്, രോഗിയെ സൗഖ്യമാക്കുന്ന യേശു കർത്താവിനല്ലേ? അപ്പോൾ ഒരു കണ്ണാടിയുടെ വിഷയം പറഞ്ഞാണോ പെങ്കൊച്ചിനെ വേണ്ടെന്ന് വെക്കുന്നത്? അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആർഗ്യുമെൻ്റ് വന്നപ്പോൾ അവർ പറഞ്ഞു, എടാ പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും, എന്നാൽ പ്രവർത്തിക്കാൻ ആർക്കും പറ്റുന്ന നീ പോയി കെട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനെന്നെ കൊച്ചു പയ്യനല്ലേ, എനിക്ക് കെട്ടാൻ പ്രായമൊന്നും ആയില്ല, അതിന് നിനക്ക് 21 വയസ്സായി 21 വയസ്സായി കെട്ടാമെന്ന് പറഞ്ഞ് ഇവരെന്നെ എരിവ് കയറ്റി. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അവളെ തന്നെ കെട്ടണം, പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം അദ്ദേഹത്തെ പോയി കണ്ടു, പാസ്റ്ററുമായിട്ട് വിളിച്ച്, ജോയ് പാസ്റ്റർ എന്ന് അദ്ദേഹത്തിൻ്റെ പേര്, ഇപ്പോഴത്തെ FGCയിലുണ്ട്, പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു. സംസാരിച്ചപ്പോൾ അപ്പനില്ലാത്ത ഒരു മകളാണെന്നും ചെറുപ്പത്തിൽ അപ്പം നഷ്ടപ്പെട്ടതാണെന്നും അവർ യാക്കോബക്കാരാണെന്നും 2 പേര് വിശ്വാസങ്ങളെന്നൊക്കെ കണ്ടു. ഇച്ചിരി സിമ്പതിയൊക്കെ കയറി ചുരുക്കിപ്പോൾ ഞാൻ അവളെ വിവാഹം കഴിച്ചു. പാസ്റ്റർ മാത്യു പിന്നെ എൻ്റെ കല്യാണം നടത്തുന്നത്. കല്യാണത്തിൻ്റെ അന്ന് ഞാൻ ഒറ്റ ഡിമാൻഡേ വെച്ചുള്ളൂ, കല്യാണ സമയത്ത് ആ ഒരു സമയത്ത് ഈ കണ്ണാടി ഒന്ന് മാറ്റിത്തരാമോ? കല്യാണപ്പന്ന് നിൽക്കാന്ന് വെച്ചാൽ ഞാൻ കണ്ണാടി ഇത് കൊച്ചു പയ്യനാട്ട് താടി ഒന്നുമില്ല, 21 വയസ്സുകാരൻ്റെ മുഖം നിങ്ങൾക്ക് ഓർക്കല്ലോ, കൊച്ചു പയ്യൻ. അപ്പോൾ ഇവളിങ്ങനെ കണ്ണാടി വെക്കുമ്പോൾ എന്നെ കളിച്ചുകൂടി ഇതായിട്ട് തോന്നിയാലോ എന്ന് ഓർത്തിയമ്മൻ ഇല്ല, അന്നേരം ഒരു കാരണവശാലും പറ്റത്തില്ല കണ്ണാടി. ഡോക്ടർമാർ എനിക്ക് ഇത് മാറ്റാൻ പറ്റുന്നത്, മാറ്റിക്കഴിഞ്ഞ് എനിക്ക് സിവിയറായിട്ട് ഹെഡേക്ക് ഉണ്ട്, കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് മങ്ങലുണ്ട്, മൈഗ്രൈൻ പോലെ വിഷയമുണ്ട്, ഒത്തിരി പ്രോബ്ലം പറഞ്ഞു. എനിവേ അങ്ങനെ കണ്ണാടി വെച്ചാണ് കല്യാണം കഴിച്ചത്, സോഡക്കപ്പിയുടെ ഗ്ലാസ്സുമായിട്ട് കല്യാണം കഴിച്ചത്. പക്ഷേ കർത്താവിൻ്റെ കൃപയാൽ ആ ദിവസം കല്യാണം കഴിഞ്ഞ് അന്നത്തെ രാത്രി ഞങ്ങൾ ഒരുമിച്ച് ദൈവസ്ഥയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഞാനോട് പറഞ്ഞു, ഞാനൊരു മിഷണറിയാണ്, രോഗിയെ സൗഖ്യമാക്കുന്ന യേശുവിനെ എനിക്കൊത്തിരി വിശ്വാസമാണ്, അതുകൊണ്ട് ഈ കണ്ണാടി നിമിത്തം ദൈവം എനിക്ക് നിന്നെ തന്നതെങ്കിലും ഞാൻ ഇന്ന് പകൽ വിശ്വസിച്ച് ഈ രാത്രി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോവുക, നിൻ്റെ കണ്ണാടി എടുത്ത് മാറ്റാൻ നിനക്ക് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. ആൾ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ കരങ്ങൾ ചേർത്ത് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് പറയട്ടെ, അന്ന് വിശ്വാസത്തോടെ ആ കണ്ണാടി എടുത്ത് മാറ്റി. ഇന്ന് പ്രസംഗിക്കുന്ന ഈ സമയം വരെ എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പം വയസ്സ് 56 ഇന്ന് വരെ ആ കണ്ണാടി, ഒരു കണ്ണാടി അവിടെ ശിരസിൽ അവിടെ ശരീരത്തിൽ പതിയുവാൻ എൻ്റെ കർത്താവ് സമ്മതിച്ചില്ല. ഒറ്റ രാത്രി കൊണ്ട് സൗഖ്യമാക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം. ഞാനിന്ന് പകൽ അമ്മ ശക്തമായി കർത്താവിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്, ഒരു ജീവിതമെങ്കിലും വിടിവിക്കപ്പെടുവാൻ, ഒരു ജീവിതത്തെങ്കിലും കർത്താവ് സൗഖ്യമാക്കുവാൻ, സൗഖ്യമാക്കുന്ന ദൈവത്തിൻ്റെ വചനം ആമേൻ, അത് മാസങ്ങൾ കഴിഞ്ഞല്ല, റൈറ്റ് നൗ ഈ സെക്കൻഡിൽ തന്നെ ശക്തിയോടെ കർത്താവിൻ്റെ സാന്നിധ്യം പെയ്തിറങ്ങിയാൽ ആമേൻ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിക്കുന്ന, നമ്മുടെ വേദനകളെ ചുമക്കുന്ന അവൻ്റെ അടിപ്പിണരാൾ സൗഖ്യം തരുമെന്ന് അറിയിച്ചത് തമ്പുരാൻ കർത്താവാണ് സൗഖ്യമാക്കുന്നത്. ഒരു ദൈവദാസനുമല്ല, ഒരു ശക്തിയുമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ അവൻ്റെ ശക്തി കൊണ്ട് മാത്രമേ നടക്കത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ദൈവജന, ഇന്ന് പകൽ കർത്താവേ ആ ക്രൂശിൽ രക്തമെന്നെ തളിച്ച് എൻ്റെ ഉള്ളം കൽവിച്ചവരെയോ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗബന്ധന ശക്തികൾ അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ അഴിഞ്ഞു മാറട്ടെ. ആമേ, രോഗം മാറും, ക്ഷീണം മാറുമെന്ന് ആത്മാവെ പാടുവാൻ അഭിഷേകം പ്രാപിച്ച ദൈവജനമേ, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത ദൈവമാണെങ്കിൽ ഞൊടിയിടയിൽ പ്രവർത്തിക്കുക ദൈവത്തിൻ്റെ അത്ഭുതകരം അതിശക്തമായി ചലിക്കുമ്പോൾ അത്ഭുതകരമായ ഒരു രോഗസൗഖ്യം എല്ലാ മേഖലയിൽ പകരുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ കരങ്ങൾ അടിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ശക്തിയെ പുതുക്കിക്കൊണ്ട് അമേ നഷ്ടപ്പെട്ടു പോയ ബലഹീനതയ്ക്ക് ദൈവശക്തി പകർന്ന് നിന്റെ യൗവനത്തെ കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം നിന്റെ വായെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുമെന്ന് ദൈവവചനത്തെ വിശ്വസിച്ചുകൊണ്ട് യഹോവയെ കാത്തിരിക്കുന്നത് ശക്തിയെ പുതുക്കുമെന്ന്, അവർ കഴുകനെ പോലെ ചിറകടിച്ച് പറക്കുമെന്ന് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കുമെന്ന് ഇന്ന് പോലെ ഒരിക്കൽ കൂടി ഉറപ്പുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ വചന കെട്ടുകഥയല്ല, അത് മുത്തശ്ശിക്കഥയല്ല, അത് ആത്മാവിന്റെ, അത് ജീവന്റെ, അത് ശക്തിയുടെ വചനമാകുക. യേശുവിന്റെ അധികമുള്ള നാമത്തെ രോഗികൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ അധികമുള്ള നാമത്തെ ഇന്ന് രോഗികൾ സൗഖ്യമാകട്ടെ. നാഡീഞരമ്പുകൾ ബലപ്പെടട്ടെ. ഗിലെയാദിലെ ഔഷധമാകുന്ന എന്റെ കർത്താവിന്റെ സ്വർഗീയ ചോര കൊണ്ട് രക്തത്താൽ ഭയമുണ്ടാകട്ടെ. ക്രൂശിലെ രക്തത്താൽ സൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ. ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. ആമേ, പൈതങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടാക്കുന്ന വ്യാപാര ശക്തികൾ യേശുവിന്റെ രക്തത്താൽ അറിയപ്പെടട്ടെ. ദൈവിക സമാധാനങ്ങൾ ഓരോ വ്യക്തികളിൽ കവിഞ്ഞടുക്കട്ടെ. പെന്തക്കോസിന്റെ ശക്തിയോ അഭിഷേകത്തിന്റെ ശക്തിയോ ഞങ്ങളെ നിറയ്ക്കണമേ. ഇന്ന് പകൽ ആത്മാവേ ശക്തിയോടെ പെയ്തിറങ്ങണമേ. അഭിഷേകത്തിന്റെ ആരകൾ ഞങ്ങളെ ഇറക്കണമേ. ഹല്ലേലൂയ.
യേശുവിന്റെ രക്തത്താൽ വിശ്വാസത്തിന്റെ ആർപ്പുവിളികളെ മുഴക്കുന്ന ദൈവജനത്തിന്റെ നടുവിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കരത്തെ ഇന്ന് മക്കളെ വിശ്വസിച്ച് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ഗ്ലോറി 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 ഗ്ലോറി. ആരാമന രഹസ്യാരവ രീവ ചതുരവല രഹസ്യാരവ. ആമേൻ. യേശുവിന്റെ അധികാര നാമത്തിൽ നിന്റെ കരങ്ങളെ ചലനമില്ലാതാക്കുക. ആമേൻ. പ്രോസൻ ഷോൾഡർ പോലുള്ള ആമേൻ രോഗബന്ധന ശക്തികൾ നിന്നെ ബലഹീനമാക്കുക. നിന്റെ ഹൃദയത്തെ സ്തംഭിപ്പിക്കുന്ന ആമേൻ ഹൃദയത്തിന്റെ രക്തധമനികളിലെ ഓട്ടങ്ങളെ നിർജീവമാക്കുന്ന വ്യാപാര ശക്തികൾ യേശുവിന്റെ അധികാര നാമത്തിൽ ഇന്ന് മകൾ അധികമാറട്ടെ. കർത്താവിന്റെ രക്തം ശക്തമായി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് മകൾ വായിച്ച സങ്കീർത്തനത്തിൽ കൂടി ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, എന്റെ ഹൃദയം സ്തംഭിച്ചിരിക്കുന്നു. ഹൃദയത്തെ സ്തംഭിപ്പിക്കുന്ന നിലയിൽ ദുഷ്ടപിശാച് കെട്ടുന്ന ചില വൃത്തികെട്ട കോട്ട മതിലുകൾ അധികാരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് മകൾ അറിയട്ടെ. ഹല്ലേലൂയ. രക്തധമനികളെ കർത്താവേ ഹൃദയത്തിന്റെ രക്തധമനികളെ സ്വർഗീയ ചോര ഇന്ന് ശക്തിയോടെ പെയ്തിറങ്ങട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തവർ, ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുവർ, എന്റെ രക്ഷയെ അവരെ കാണിച്ചു കൊടുക്കുന്ന വാക്ക് പറഞ്ഞവർ യേശു കർത്താവേ ആരോഗ്യമുള്ള ശരീരത്തോടെ പുഷ്ടിയുള്ള ശരീരത്തോടെ ഹല്ലേലൂയ ജീവിക്കുന്ന ദൈവത്തെ വാഴ്ത്തുക. ജീവനായകന്റെ കർത്താവിന്റെ ജീവൻ കൊടുക്കുക. ജീവിക്കുക. ആത്മാവേ പെയ്തിറങ്ങണമേ. ആത്മാവിന്റെ സാന്നിധ്യത്തിന് മറുപടി മറയ്ക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവജനമേ, എൻ്റെ സാക്ഷ്യം ഞാനിവിടെ തൽക്കാലം ബ്രേക്ക് ചെയ്യുക. സാക്ഷ്യം തന്നെ പറഞ്ഞ 1-2 മണിക്കൂർ അങ്ങ് പോകും. ദൈവത്തിന് സ്തോത്രം. എന്നൊരു കാര്യം പറയാം. ഞാൻ ഡൽഹി വന്ന് 88 19 വർഷം ഡൽഹി വന്നു. 2005 കർത്താരദാസൻ ഒപ്പിച്ച് 2005 ദൈവത്തിന് സ്തോത്രം എൻ്റെ ആദ്യത്തെ വിദേശയാത്ര കർത്താവ് ഒരുക്കി. അന്ന് വരെ ബ്ലാങ്ക് പാസ്പോർട്ടാണ്. പലരെയും എയർപോർട്ടിൽ പോയി പ്രാർത്ഥിച്ച് വിട്ടിട്ടുണ്ട്. കർത്താവേ ആമേൻ. എല്ലാവരും പോകുമ്പോൾ ഒരു പറയും, പാസ്റ്റർ ഞങ്ങൾ മറക്കത്തില്ലെന്നൊക്കെ പറയും. ഫ്ലൈറ്റക്കാരും ഒത്തിരി കൊതിയുണ്ട്. എന്നാൽ 2005 ഒരു ദിവസം 2004 2003 ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് അവസാനം ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്കെങ്കിലും പോകാൻ. അന്നത്തെ കാലത്താണ് കേട്ടോ. ഇപ്പം നമ്മുടെ ആൾക്കാരെല്ലാം നാട്ടിൽ പോകുന്ന ഫ്ലൈറ്റല്ല. പക്ഷേ ഞാൻ പറയാറുണ്ട്, കർത്താവ് ഡൽഹിയിൽ നിന്ന് നാട്ടിലോട്ടെങ്കിലും ഫ്ലൈറ്റിൽ വന്ന് കയറാൻ യേശപ്പാ ഒരു കരുണ കാണിക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചൊരു കാലമുണ്ട്. എൻ്റെ ബ്ലാങ്ക് പാസ്പോർട്ടിൽ ഗൾഫിൽ പോയിട്ടില്ല, ലോകത്തൊരിടത്തും പോയിട്ടില്ല. പക്ഷേ 2005 ആദ്യത്തെ വിസ അടിച്ചത് അമേരിക്കൻ വിസയാണ്. 35-ാമത്തെ വയസ്സിൽ ആ കൊച്ചു പ്രായത്തിൽ ഒരിടത്തും പോകാത്തവന് സ്വപ്നം കാണാൻ പറ്റത്തില്ല അമേരിക്കൻ വിസ. കാരണം വേറെ ഏതെങ്കിലുമൊക്കെ രാജ്യത്തിൽ പോകുന്നതിൻ്റെ തെളിവ് കാണിച്ചാലും പിന്നെ 10-40-50 വയസ്സായാലും 5-6 പ്രാവശ്യം പോലെ പാസ്റ്റർമാർക്ക് ന്യായമായിട്ട് വിസ കിട്ടുന്നത്. എൻ്റെ ബ്ലാങ്ക് പാസ്പോർട്ടിൽ സ്വർഗത്തിൽ അപ്പം വിസ അടിച്ചു തന്നു. ആ കൊച്ചു പ്രായത്തിൽ 3 ദിവസം വെള്ളം കുടിക്കുക ഉപവസിച്ച് പ്രാർത്ഥിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഉപവാസം കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചു. ഇതുപോലെ ഒരു കാര്യം പറയട്ടെ. ഇതിൻ്റെ കാരണം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പെങ്ങൾക്ക് ദൈവ ദർശനം കൊടുത്തു. ലോകത്തിൻ്റെ അറ്റത്ത് പോയി കർത്താവിൻ്റെ സാക്ഷ്യം പറഞ്ഞ രംഗം ഇതുപോലെ തമ്പുരാൻ്റെ സന്നിധി പറയട്ടെ. ദർശനത്തിനൊരു അവധി വെച്ചാലും അത് വൈകിയാലും ആമേൻ വിശ്വസിക്കുക മക്കളെ. അതിനുവേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ആമേൻ നിൻ്റെ കഴിവിനാലല്ല, നിൻ്റെ ബുദ്ധിയാലല്ല, നിൻ്റെ മിടുക്കനാലല്ല, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മഹാപർവ്വതങ്ങളെ ഉടച്ച് മുൻപോട്ട് പോകുന്ന വഴികൾ തുറക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് വിശ്വസിപ്പാൻ അഭിഷേകം പ്രാപിച്ച ദൈവജനമേ, ഈ തമ്പുരാനെ വിട്ട് പിന്മാറി പോകല്ലേ. ഈ ദൈവം നിന്നെ ഉയർത്തുന്നവനാ. അർഹിക്കാത്ത മേഖല നിന്നെ കൊണ്ടെത്തിക്കുന്നവനാ. ആശിക്കുന്ന തുറമുഖത്തിനെ കൊണ്ടെത്തിപ്പാ വിശ്വസ്തനാ. വിളിച്ച ദൈവം വിശ്വസ്തനാ. ഞൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടങ്ങൾ ഇന്ന് നമുക്ക് സാരമില്ലെന്ന് കണ്ട് ആത്മാവിൽ സ്തോത്രം പറഞ്ഞ് വിശ്വാസത്തിന്റെ നായകനോ പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിന് സ്തോത്രയാഗം അർപ്പിക്കാൻ അഭിഷേകം പ്രാപിച്ച ദൈവജനമേ, നിനക്ക് വേണ്ടി നിന്റെ സ്വപ്നങ്ങളെ പൂർത്തി വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഉറപ്പോടെ ഇതുപോലെ ഹൃദയത്തിന്റെ അകത്ത് അന്തരാത്മാവിൽ നിറഞ്ഞ മനസ്സോടെ സ്തോത്രം പറയുക. എത്ര പേരിൽ അഭിഷേകം വ്യാപരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇന്ന് വരെ പൂർത്തീകരിക്കപ്പെടാത്ത മേഖലകൾ, സ്വപ്നങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ദർശനത്തിന് അവധി വെച്ചാൽ അത് വൈകിയാൽ അത് വരും നിശ്ചയമെന്ന് ഉറപ്പോടെ സ്തോത്രം പറഞ്ഞ് എന്റെ ദർശനങ്ങളെ പൂർത്തീകരിക്കുന്ന ദൈവത്തിന്റെ കരത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എൻ്റെ കർത്താവിന് ഞാൻ മഹത്വം കരേറ്റി. ഞങ്ങളുടെ കുടുംബത്തെ ദൈവം മാനിച്ച 2 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. അവർ കുടുംബസ്ഥലത്തിൻ്റെ ദൈവം ഭാഗ്യമേകി. ദൈവത്തിന് സ്തോത്രം. കൊച്ചു പ്രായത്തിൽ വിവാഹം കഴിച്ച് എൻ്റെ കുഞ്ഞുങ്ങളെയും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനും ഇപ്പോൾ എൻ്റെ മൂത്ത മകന് ഞങ്ങളുടെ ചർച്ച ഞങ്ങളായിരുന്ന വാൻകൂറിൽ തന്നെ അവൻ്റെ ചർച്ചിൻ്റെ യൂത്ത് പാസ്റ്ററും കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർഡിനേഷൻ എടുപ്പാനൊക്കെ കർത്താവ് കൃപയേകി. എൻ്റെ മകളും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് കരുണ കാണിക്കുന്നു. ഞങ്ങൾക്ക് ഈ ഭൂമി പറയുവാനും പുകഴൊന്നുമില്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം. എൻ്റെ മകൾക്ക് നിങ്ങൾക്കറിയില്ല, ഡൽഹിയിൽ ജനിച്ചു വന്ന പിള്ളേരാ. മലയാളം വായിക്കാൻ എഴുതാൻ അറിയത്തില്ല. പക്ഷേ മംഗ്ലീഷിൽ അവർ
പാട്ടെഴുതി. ജഡ്സൺ സണ്ണി, ഹന്ന ബേബി എന്ന് പറഞ്ഞ ആൾക്കാരെ കൊണ്ട് അവർ പാടിക്കുവാൻ ദൈവം കൃപ ചെയ്യി. യൂട്യൂബിൽ കിടപ്പുണ്ട്. ഗ്ലാഡിസ് തോമസ് എന്നല്ല, ജഡ്സൺ സണ്ണിയുടെയോ ആരുടെയെങ്കിലും യൂട്യൂബിൽ പോയി കയറി നോക്കിയാൽ നിങ്ങൾക്ക് ആ പാട്ട് കാണാം. കാൽവരി കുരിശിൽ മരിച്ചവനെ എന്ന് പറഞ്ഞൊരു പാട്ട് എൻ്റെ കുഞ്ഞിന് എഴുതുവാൻ കർത്താവ് കൃപ ചെയ്യി. 2 പാട്ട് കർത്താവിൻ്റെ കരുണയാൽ എളിവനും എഴുതുവാൻ ദൈവം സഹായിച്ചു. ആദ്യത്തെ പാട്ട് വരവിൻ പ്രത്യാശ എന്നൊരു പാട്ട് അനിൽ അടൂരിനെ കൊണ്ട് പാടിക്കുവാൻ കർത്താവ് കൃപ ചെയ്യി. രണ്ടാമതൊരു പാട്ട് ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കുന്നൊരു പാട്ട് അനിൽ അടൂരും ഇമ്മാനുൽ ഹെൻറിയും കൂടെ ചേർന്ന് പാടി. അത് പവർ വിഷൻ TV കൂടെ റിലീസ് ചെയ്തു. പ്രിൻസ് റാന്നി അതിൻ്റെ അവതാരിക പറഞ്ഞ് ആ 2 പാട്ട് കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ ഈ എളിവനെ കർത്താവ് സഹായിച്ചു. 2 പുസ്തകം എഴുതാൻ കർത്താവ് കരുണയേകി. ആദ്യത്തെ പുസ്തകം സത്യം പബ്ലിക്കേഷൻസിൽ ഏകാന്തത എന്നൊരു പുസ്തകം എഴുതി. രണ്ടാമത്തെ പുസ്തകം ക്രിസ്തീയ മലകയറ്റം എന്നൊരു പുസ്തകം മരിച്ചുപോയ എം ബി ചാക്കോസ്തറ എന്ന ദേവദാസനെ കൊണ്ട് അവതാരം എഴുതി കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. സ്വർഗത്തിലെ അപ്പച്ചൻ കരുണ കാണിച്ചു. മുമ്പ് ദേവദാസൻ പറഞ്ഞ പോലെ ഇപ്പോൾ കാനഡയിൽ 6-7 വർഷമായെങ്കിലും എല്ലാ വർഷവും ദൈവകരക്ഷണപ്പെട്ട് നാട്ടിൽ വരാനും നമ്മെ പല ജനറൽ കൺവെൻഷൻ മെസ്സേജുകൾ കൊടുക്കുവാനും കരിയമ്പുഴ കൺവെൻഷൻ അടക്കം ചച്ചക്കൂട് റീജിയൻ കൺവെൻഷൻ അടക്കം ഈ കഴിഞ്ഞ വർഷം നടന്ന 24 ഉണർവ് 24 എന്ന് പറഞ്ഞാൽ അതിനകത്ത് IPC ചർച്ചക്കൂട് ഷാരോൻ AGയുള്ള എല്ലാ സംഘടനക്കാരോട് ഒരുമിച്ച് നടത്തിയ ശുശ്രൂഷയിലും ഒരു നല്ല വേദികളിൽ കൺവെൻഷൻ്റെ രാത്രികളിൽ കർത്താവ് പശനെ ഉയർത്തുവാൻ സ്വർഗത്തിൽ ദൈവം യാതൊരു കഴിവും യോഗ്യതയില്ലാത്ത അടിയനെ കർത്താവ് തമ്പുരാൻ ബലപ്പെടുത്തുന്നു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സ്തോത്രമെന്ന് പറയുവാനല്ലാതെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പുകഴുവാനോ പറയുവാനും പ്രശംസിപ്പാനോ ഒന്നുമില്ല. യാതൊരു പാരമ്പര്യമായ പഴക്കങ്ങളൊന്നും പെന്തക്കോസ്തിലില്ല. കത്തോലിക്കൽ നിന്ന് വിശ്വാസി വന്നു കർത്താവ് തമ്പുരാൻ നടത്തുന്നതും പറയുന്നുമല്ലാതെ എൻ്റെ ജീവിതത്തിലൊന്നുമില്ല. അർഹിക്കാത്ത നന്മകൾ ഒരുക്കി തന്ന് ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് സകല മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇനിയൊരു 15 മിനിറ്റ് എൻ്റെ മുമ്പിൽ കഷ്ടിച്ചുള്ളൂ. കാരണം ആശീർവാദം 12:15 പറയേണ്ടത്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന മെസ്സേജ് ഒന്നും പറയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്ക് വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ദൈവത്തിന് ഏൽപ്പാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ആ സങ്കീർത്തനത്തിൽ പിന്നെ എന്തോ വായിക്കാൻ കിടക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അതല്ല പറയുന്നതെങ്കിലും ദൈവത്തിന് സ്തോത്രം. ആ വായിച്ച സങ്കീർത്തനത്തിലേക്ക് ഒന്ന് ഓടി വന്നിട്ട് അതിനകത്ത് ഒരു വാക്യം നമ്മൾ വായിച്ചത് 143 സങ്കീർത്തനത്തിൻ്റെ 8ാമത്തെ വാക്യം. ഞാൻ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ ചെറിയ സാക്ഷി നിങ്ങളുടെ മധ്യത്തിൽ പറഞ്ഞു. യൂട്യൂബിൽ അത് കിടപ്പുണ്ട്. 1 മണിക്കൂർ മേളിലുണ്ട്. അത് ഞാൻ പണ്ടങ്ങാണ്ട് അമേരിക്കയിൽ വാറണ്ട് കയറ്റിയിട്ടേക്കുന്നത്. ഒന്നല്ല, പലയിടത്തിൻ്റെ സാക്ഷ്യം കിടപ്പുണ്ട്. അതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞത് നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഒരിക്കൽ പണ്ടത്തെ നാളുകൾ ഓർക്കുന്ന ദാവീദിൻ്റെ ഈ കീർത്തനം രചിക്കുമ്പോൾ ഇതേ ദാവീദ് ദൈവത്തിന് സ്തോത്രം വേറെടുത്ത് പറഞ്ഞ് ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തും. ഇവിടെ പറഞ്ഞു നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരാധിക്കുന്ന കർത്താവിന് കർത്താവ് തമ്പുരാൻ യോഹന്നാൻ 14:6 ഇങ്ങനെ പറഞ്ഞ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ നടക്കേണ്ടുന്ന വഴി എന്നെ അറിയിക്കണമേ എന്ന് പറയുന്ന ഭക്തൻ്റെ പ്രാർത്ഥനയ്ക്ക് കർത്താപ്പച്ച മറുപടി തരുന്നിങ്ങനെയാണ്, മകനെ ഞാൻ തന്നെയാണ് വഴി. ഏത് വഴി പോകണമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് പകൽ നമ്മൾ ചിന്തിച്ചാൽ കർത്താവ് പറയും ഞാൻ ആ വഴി. ദൈവത്തിന് സ്തോത്രം. ആ വഴിയിലേക്ക് ഇറങ്ങിത്തിരിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. മറ്റൊരുത്തിനും രക്ഷയില്ല. ഞാൻ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ലെന്ന് ഉറപ്പോടെ സ്തോത്രം ചെയ്യുവാൻ ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയത്തിലേക്ക് പകരുന്ന പ്രത്യാശയ്ക്കായി സ്തോത്രം ചെയ്യുമ്പോൾ വഴിയും സത്യവും ജീവനുമായവനെ ആരാധിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കൾ നിറഞ്ഞ മനസ്സോടെ പറ, എൻ്റെ വഴികാട്ടി കർത്താവാ. ഏത് വഴി അറിയണം, ഏത് വഴി പോകണം, മുമ്പോട്ടുള്ള വഴി എന്തായിത്തീരും? ഇരുളടഞ്ഞ വഴിയാണോ, ശൂന്യതയുടെ വഴിയാണോ, തകർച്ചയുടെ വഴിയാണോ? ഒന്നും അധൈര്യപ്പെട്ടു പോകേണ്ട. കാരണം വഴി ഇതാകുന്നുവെന്ന് പറഞ്ഞ് വഴി നടത്തുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഇവിടെ ശക്തമായി ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന്, ഞാൻ പോകേണ്ടുന്ന വഴി നിന്നെ കാണിച്ചു തരുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആമേൻ നിറഞ്ഞ മനസ്സോടെ ഇന്ന് പകൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവേ, എൻ്റെ ജോലി സ്ഥലം മാറണമോ, എൻ്റെ പൊസിഷൻ മാറണമോ, എൻ്റെ സ്ഥാപനം മാറണമോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ പഠനത്തിന് നിലവാരം എന്തായിത്തീരും, ഏത് വഴിക്ക് ഞാൻ മുൻപോട്ട് പോകണോ, ഏത് വഴി പോയാൽ ശരിയായി തീരുമെന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് സംശയിക്കുന്ന മനസ്സുമായിരിക്കുന്ന ജീവിതത്തിന്റെ നടുവിൽ വഴിയും സത്യവും ജീവനുമായ ദൈവത്തിന്റെ ആത്മാവ് അതിശക്തമായി വെളിപ്പെട്ടൊരു ദൂത് പറയുക, നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുമാറാക്കുന്ന ദൈവം ഈ ദൈവം എന്ന് ദൈവം നമ്മുടെ ദൈവമെന്ന് പറഞ്ഞ് അന്ത്യത്തോളം ജീവപര്യന്ത വഴി നടത്താൻ വിശ്വസ്തനായ ദൈവം. നിന്റെ വഴികളെല്ലാം ശത്രു അടയ്ക്കുമ്പോൾ ആരും അടയ്ക്കാതെ തുറക്കുന്നവൻ, ആരും തുറക്കാതെ അവനെ അടയ്ക്കുന്നവൻ,
ആമേൻ ഇന്ന് പകൽ ശക്തിയോടെ ഈ പ്രാർത്ഥനാലയത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുമ്പോൾ ആമേൻ പല വഴികളും പല വാതിലുകളും ശത്രു കൊട്ടി അടച്ച് ആമേൻ പിശാചിന്റെ അതിക്രൂരമായ ആമേൻ ചില വ്യക്തിമണ്ഡലങ്ങൾ നിന്നെ വല്ലാതെ നിന്റെ നന്മയെ അടക്കി ഒതുക്കി തകർത്ത് തരിപ്പണമാക്കി എന്ന് അയ്യം വിളിക്കുന്നതിന് നടുവിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തെ പ്രാർത്ഥിച്ചു പറ, നിന്റെ വഴികളെ അടയ്ക്കുക, നിന്റെ നന്മയെ കെടുത്തുക. ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. അവൻ തുറന്നാൽ അടപ്പതാറ്, അവൻ അടച്ചാൽ തുറപ്പതാറ്. ആമേൻ ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ കൈവശമുള്ളവർ, ആരും അടയ്ക്കാതെ തുറക്കുന്നവർ, ആരും തുറക്കാതെ അടയ്ക്കുന്നവർ. ഇന്ന് പകൽ ശക്തിയോട് 7 നക്ഷത്ര മരഗ്രഹങ്ങളെ പിടിച്ചവരായി, 7 പൊന്നുവിളക്കളെ മറ്റത്ത് നടക്കുന്നവരായി, മാറത്തെ പൊൻകച്ച കെട്ടവരായി ഈ പ്രാർത്ഥനാർത്ഥ ശക്തിയോടെ പെയ്തിറങ്ങലോ. ആത്മാവിൽ കാണുന്ന ദൈവജനമേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗ്ഗം വരിക തുറക്കാൻ പോകുക, സ്വർഗ്ഗം വരിക തുറക്കാൻ പോകുക. ആമേൻ റീകമലരദനാരബ, കർത്താവ് വരിക തുറക്കാൻ പോകുക. ഞാൻ ഇങ്ങോട്ട് കടന്നു വരുക. കർത്താവ് ദാസൻ അഡ്രസ് പറഞ്ഞപ്പോൾ ആമേൻ നാവിഗേഷൻ എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചുവെങ്കിൽ ആമേൻ സ്വർഗ്ഗത്തിലെ നാവിഗേഷൻ നിന്നെ എത്തിക്കേണ്ട സ്ഥലത്ത് അവൻ ആഗ്രഹിക്കുന്ന ശുഭ തുറമുഖത്ത് കൊണ്ട് എത്തിക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ചവർ. അറിയപ്പെടാത്ത വഴികളെ കുരുടനെ നടത്തുമാറാക്കുന്ന ദൈവത്തിന്റെ കരപ്പോ റീബന രഹസ്യാരവ ദുടബല രഹസ്യാരവ റീബന രംദല സതുരിബല രഹസ്യൈരാരവ. ഞാൻ കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തുമാറാക്കുന്ന ദൈവമെന്ന് കർത്താവിന്റെ വചന അവൻ ശക്തമായി ഇതുപോലെ ചില ദൈവജനത്തോട് ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാ 42:16 കുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തുന്ന ദൈവം ഇന്ന് വളരെ പൊട്ടനെ പോലെ പൊട്ടിയെ പോലെ കർത്താവ് ഏത് വഴി തിരഞ്ഞെടുക്കുമെന്ന് അറിയാതെ ജീവിതത്തിന്റെ നാൽക്കവരയിൽ അവൻ നെട്ടോട്ടം അയ്യം വിളിക്കുന്ന മണ്ഡലത്തിന് അറിവിൽ ഒരു കുരുടനെ അവൻ അറിയാത്ത വഴിയിൽ അവൻ പോകാത്ത വഴിയിൽ അവനെ സഞ്ചരിച്ചു മാറാക്കുന്ന ദൈവത്തിന്റെ കര ഈ പകൽ ശക്തിയോട് നിന്നെ വെളിപ്പെട്ട് വ്യാപരിക്കുന്നു. അറിയപ്പെടാത്ത നന്മയിലേക്ക് നിന്നെ കരം പിടിച്ച് വഴി നടത്തുന്നവൻ. ഹല്ലേലൂയ. യെശയ്യാ 42:16 പെട്ടെന്ന് വായിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് വായിച്ചാൽ നമുക്ക് നിർത്താം. നിങ്ങൾക്കറിയാമല്ലോ, അറിയത്തില്ല. എനിക്കിപ്പോൾ ഇവിടുന്ന് ഉത്തരനിൽ ഏതെങ്കിലും സ്ഥലം പറഞ്ഞാൽ എനിക്ക് കർത്താവിൻ്റെ കരുണയെ കുരുടനല്ലാതെ ദൈവം എൻ്റെ നിലനിർത്തിയ ദൈവത്തിൻ്റെ കൃപയാ, ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷേ നന്നായിട്ട് 2 കണ്ണുണ്ടെങ്കിലും അറിയപ്പെടാത്തൊരു വഴിയിലാണ് പോകുന്നതെങ്കിൽ നമ്മളൊന്ന് കണ്ണ് തെറ്റും, അല്ലേ? ഒന്ന് കൺഫ്യൂഷനാകും ഏത് വഴി പോകണമെന്ന്. അപ്പോൾ ഇവിടെ തമ്പുരാൻ കർത്താവ് പറഞ്ഞ കുരുടനെ അവൻ അറിയാത്ത വഴിയെ നടത്തും. കണ്ണുള്ള നമ്മളെ നടത്തുന്നതിനേക്കാൾ ശക്തിയോടെ കണ്ണില്ലാത്ത കുരുടനെ പോലും കരം പിടിച്ച് നടത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ അദൃശ്യ കരം ഇന്നുപോലെ എത്ര പേർക്ക് വിശ്വസിപ്പണയായി തീരുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഒരു പൊട്ടനെ പോലെ എൻ്റെ ജീവിതത്തെ ഞാൻ വിട്ടുതരിക കർത്താവേ. എൻ്റെ കരിയറിനെ, എൻ്റെ ഫ്യൂച്ചറിനെ, എൻ്റെ ഫാമിലിയെ, എൻ്റെ തലമുറയെ ഒരു പൊട്ടനെ പോലെ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുക. അറിയപ്പെടാത്ത വഴികളിൽ അറിയപ്പെടാത്ത നന്മകൾ, അറിയപ്പെടാത്ത കർത്താവ് അനുഗ്രഹങ്ങൾ എനിക്ക് വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തോത്രം പറയുകയാണ്. ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പൊട്ടനെ പോലെ ദൈവത്തിനും വിശ്വസിപ്പാൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ, ആശിക്കുന്ന ശുഭ തുറമുഖത്തെ കരം പിടിച്ച് നിന്നെ വഴി നടത്തുന്ന ദൈവത്തിന്റെ കര അത് കുറുകിപ്പോയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ അവരുടെ മനസ്സിന്റെ നിരാശയുടെ കെട്ട് പൊട്ടട്ടെ, അവരുടെ മനസ്സിന്റെ ആശങ്കകൾ അറിയട്ടെ. ഹല്ലേലൂയ. ദിശയറിയാതെ, ഗതിയറിയാതെ, വഴിയറിയാതെ ഈ ദിവസങ്ങളിൽ എന്ത് ചെയ്യണമെന്നത് പകച്ചു നിൽക്കുന്ന ചില ജീവിതത്തിന് നടുവിൽ വഴിയും സത്യവും ജീവനമായവ പെയ്തിറങ്ങട്ടെ, പെയ്തിറങ്ങട്ടെ. കരം പിടിച്ച് ചില ജീവിതങ്ങളെ ആഗ്രഹിക്കുന്ന തുറമുഖത്തെ കർത്താവ് കൊണ്ട് എത്തിക്കട്ടെ. അതിവേഗത്തിൽ അത് വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. കുരുടന്മാർ അവർ അറിയാത്ത വഴി നടത്തും, സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇന്നുപോലെ എത്ര വലിയ ദൂത് വിശ്വസിക്കുന്നു. നിന്റെ മുമ്പിൽ ഒരു കുരുടന്റെ ജീവിതം ഇരുട്ടാ, എന്നാൽ ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചമാക്കും. ഈ ദിവസങ്ങൾ ചില ശൂന്യമായ പടകുകളെ നിറയ്ക്കുന്നവൻ്റെ കരം അതിശക്തമായി ഇവിടെ വെളിപ്പെട്ട് വ്യാപരിക്കുന്നത് ആത്മാവ് തന്നെ ആമേ തികവായി ദൂതായി വെളിപ്പെടുത്തുമ്പോൾ ആമേ കർത്താവേ തിരുസന്നെ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുകയാണ്. ആമേ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ചില ഇരുട്ടിൻ്റെ മേഖലകളെ സ്വർഗം വെളിച്ചമാക്കണമേ. ആമേ കർത്താവ് കാർമേഘ പടലങ്ങൾ മാറട്ടെ, കൂരിരുട്ടിൻ്റെ ശക്തികൾ അഴിയട്ടെ. അന്ധകാര ഭൂമിയെ കൂരിരുട്ട് ജാതികളെ മൂടുമ്പോൾ നിന്റെ മേൽ യഹോവയുടെ തേജസ്സ് ഉദിപ്പിക്കുമെന്ന് ദൈവവചനത്തെ വിശ്വസിപ്പാൻ അഭിഷേകം പ്രാപിച്ച ദൈവജനം ചില നാളുകളായി സൂര്യനെ കാണാതെ, നക്ഷത്രങ്ങളെ കാണാതെ, ഒരു വിടുതൽ പോലും കാണാതെ, ഒരു നന്മ പോലും കാണാതെ വല്ലാത്ത കൂരിരുട്ടിന്റെ അനുഭവത്തിൽ അന്ന് സഞ്ചരിക്കുന്ന ജീവിതത്തോട് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുക. ഈ ദിവസങ്ങളിൽ ഇന്ന് പകൽ തന്നെ ഈ ശ്രമം റൈറ്റ് നൗ നിന്റെ മുമ്പിൽ അവൻ ഇരുട്ടിനെ വെളിച്ചമാക്കുന്നവൻ അവൻ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യഹോവയായ ദൈവമേ, നീ എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കൂ. ആത്മാവ് തെളിവായി വ്യക്തമായി
ശക്തമായി ശക്തമായി പറയുന്ന ദൂത് ആത്മാവിൽ ഏറ്റെടുത്ത സ്തോത്രം പറ. സ്വർഗത്തിന്റെ ഭൂമിക്ക് നാഥനായ ദൈവ വെളിച്ചമായ ശക്തിയോടെ പെയ്തിറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ അധികാരം യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ഓ രീവല രഹസ്യാരവ രീവാന ഹംബ ചതുരവല രഹസ്യാരവ. അമ്മ സാമ്പത്തിക ഞെരുക്കങ്ങളെ കടഭാരങ്ങളായി ആരോഗ്യത്തെ കർത്താവേ അമ്മ ശത്രു കർത്താവെ കുത്തി നോവിച്ച് അമ്മ നിന്റെ ജീവിതത്തിന്റെ ഉയർച്ചകളെ കെടുത്തി അമ്മ ദുഷ്ട വ്യാപാര ശക്തികൾ അസൂയോടെ നിനക്കെതിരെ ആവശ്യമില്ലാത്ത നുണക്കഥകൾ പറഞ്ഞുണ്ടാക്കി അല്ലാതെ നിന്റെ ജീവിതത്തെ ഇരുട്ടിലാക്കാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ശക്തികളും അധികാരം യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഇരുട്ടിന്റെ ശക്തികളെ അമ്മ ശാസിക്കുകയത്രേ ചെയ്യേണ്ടത്. ആത്മാവിലെന്ന് ശാസിക്കുക, ആത്മാവിലെന്ന് ശാസിക്കുക. ഇരുട്ടിന്റെ ശക്തി അഴിയട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രക്തത്താജ് 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 എഴുന്നേറ്റ് പ്രകാശിക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഇന്ന് പകൽ കർത്താവിനെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനമേ, നിന്റെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചമാക്കുന്ന സ്വർഗമുണ്ടെന്ന് ഉറപ്പോടെ ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനമേ, കുരുടിനെ പോലെ ഇരുട്ടിലായിരിക്കുന്നവനെ അവരറിയാത്ത വടിയെ നടത്ത ദൈവത്തിന്റെ കര അവൻ അതിശയകരം അത്ഭുതകരം ശക്തിയോടെ നമുക്ക് നിന്നെ കരം പിടിച്ച് വഴി നിർത്തുന്ന ദൈവകൃപയ്ക്കായി എത്ര പേർക്ക് സ്തോത്രമുള്ളതായി തീരും. യേശുവിന്റെ നാമത്തിൽ നിന്ന് ഇരുട്ട് സ്വർഗം മാറ്റാൻ പോവുകയാണ്. ഞാൻ അവരുടെ മുമ്പിൽ ഇരുട്ടിനെ വെളിച്ചമാക്കും. ഈ ദൂത് ഇവിടെ നിന്ന് തന്നെ പറയണമെങ്കിൽ അമ്മ സമയങ്ങൾ കടന്നു പോകും. ഞാനവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് പറയട്ടെ, സഡമ്പിലേക്ക് ഇട്ട് പറയട്ടെ, ഇരുട്ടിനെ വെളിച്ചമാക്കും. പെട്ടെന്ന് അടുത്ത വാക്യം. ആമേ, സ്വർഗം പ്രവർത്തിച്ചാൽ ദുർഘടങ്ങളെ സമഭൂമിയാക്കും. നിന്നെ മുൻപോട്ട് വിടത്തില്ലാതെ നിന്റെ വഴികളെ അടച്ച്, എല്ലാ വഴിയും അടച്ച് ആമേൻ, ഒരു മേഖലയിലല്ല പല മേഖല നിന്റെ വഴി മൊത്തം അടച്ചു. വല്ലാത്ത ദുർഘട പ്രതിസന്ധി കൊണ്ടെത്തിച്ച ശത്രുവിൻ്റെ ഗൂഢ പദ്ധതികളെ സ്വർഗം ഇന്ന് പൊളിച്ചടുക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവജന, ഞാൻ അവൻ്റെ മുമ്പിൽ ദുർഘടങ്ങളെ സമഭൂമിയാക്കും. യേശുവിൻ്റെ അധികമുള്ള നാമത്തെ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ നാവല്ലോ അരുളി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവൻ്റെ വായല്ലോ അരുളപ്പാട് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏത് പ്രവാചകന് തലയിൽ കൈവച്ച ദൂത് പറയുമ്പോൾ അതിനകത്ത് ഒരുപക്ഷെ പരിശുദ്ധമായ ദൂതുണ്ട്, അത് വ്യക്തിയുടെ ദൂതുണ്ട്, മാനുഷിക പദ്ധതികളുണ്ട് എന്ന് ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ പറയുമ്പോൾ അത് തന്നെ അവന്റെ ജീവനാണ്, അത് തന്നെ ശക്തിയുള്ളതാണ്. ഇതുപോലെ ദൈവത്തിന്റെ വചന പോഷ്കല്ല എന്ന് വിശ്വസിപ്പ അഭിഷേകം പ്രാപിച്ച ദൈവജനമേ, ഒരു പൊട്ടനെ പോലെ ഈ പ്രാർത്ഥനാലയത്തിൽ വന്ന് അമ്മ എല്ലാം തകർന്നിരിക്കുന്ന അമ്മ ചില മാനസിക സംഘർഷങ്ങളുടെ നടുവില് ഇരുട്ടിനെ വെളിച്ചമാക്കുന്നവർ, ദുർഘടങ്ങളെ സമഭൂമിയാക്കുന്നവർ, കുരുടന്മാരെ അവരറിയാത്ത വഴിയെ നടത്തുമാറാക്കുന്നവർ, വഴിയും സത്യവും ജീവനമായവരെ ഇതുപോലെ ആരാധിക്കുന്നവർ, അവൻ നടക്കേണ്ടുന്ന വഴികൾ കാണിച്ചു തന്ന് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തന്ന് ശത്രു കെട്ടി വെച്ചിരിക്കുന്ന അവൻ എല്ലാ നന്മയോടെ അവൻ അടച്ചു വെച്ചിരിക്കുന്ന വഴികളും വാതിലുകളും ഇതുപോലെ യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിന്റെ ഭൂമിക്ക് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ സ്വർഗം തുറക്കുന്നത് ആത്മാവിൽ കാണുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. രക്തത്താ ജയ ഹല്ലേലൂയ. കർത്താവ് വഴി തുറന്നാൽ, കർത്താവ് വഴി തുറന്നാൽ സമുദ്രത്തിലും സ്വർഗം വഴി തുറക്കും. സ്വർഗത്തിലെ അപ്പനാ വഴി തുറക്കുന്നില്ല, ഏത് പെരുവെള്ളത്തിന് നടുവിലും കർത്താവ് വഴി തുറക്കും. ഞാൻ നമുക്ക് പറയുന്നതെല്ലാം ആമേ സ്തോത്രം വചനത്തിൻ്റെ ദൂതാകട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. എനിക്ക് സ്വന്തമായിട്ടൊന്നും പറയുവാനില്ല, ഞാൻ വായിൽ വരുന്നത് വിളിച്ചു പറയല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയും വചനങ്ങളോ ഇന്ന് നമുക്ക് പറഞ്ഞല്ലോ, കുരുടനെ അറിയപ്പെടാത്ത വടിയെ നടത്തുമെന്ന് ഞാനല്ല പറഞ്ഞത്, സ്വർഗമാണ് പറഞ്ഞതെങ്കിൽ കർത്താവ് ഒരു കുരുടനെ പോലെ ഞാൻ ഇവിടെ ആയിരിക്കുന്നു, ഒരു പൊട്ടനെ പോലെ ഞാൻ ആയിരിക്കുന്നു. എൻ്റെ കണ്ണുകൾ ഈ ദിവസങ്ങളിൽ ബ്ലൈൻഡ് ആയിരിക്കുക, ഏത് വഴി തിരഞ്ഞെടുക്കുന്ന എനിക്ക് അറിയത്തില്ലപ്പാ. ഇന്ന് നമുക്ക് എന്റെ യേശു തന്നെ ഒരു കുരുടനെ അറിയപ്പെടാത്ത വഴി നടത്തുന്ന പോലെ ഇരുട്ടിനെ വെളിച്ചമാക്കി ദുർഘടങ്ങളെ സമഭൂമിക്കാക്കി എന്റെ വഴി നടത്തുന്ന ദൈവത്തിന്റെ കരത്തിനാ ഞാൻ സ്തോത്രം ചെയ്യുന്നു. കുരുടന്മാരെ അറിയാത്ത വഴിയെ നടത്തുന്നവൻ, ഇരുട്ടിനെ വെളിച്ചമാക്കുന്നവൻ, ദുർഘടങ്ങളെ സമഭൂമിയാക്കുന്നവൻ, സമുദ്രത്തിൽ വഴി തുറക്കുന്നവൻ, ദൈവത്തിന് സ്തോത്ര. സാമേ, ഇത് വെറുമ്പാക്കല്ലെന്ന് പറയുവാൻ ആമേ യെശയ്യാ പറയുന്ന പുസ്തകം 43:16 2-3 മിനിറ്റ് കൊണ്ട് ഓരോ റെഫറൻസ് മാത്രം പറഞ്ഞിരിക്കട്ടെ. യെശയ്യാ 43:16 സമുദ്രത്തിൽ വഴിയും മതി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സമുദ്രത്തിൽ വഴിയുണ്ടത് ചുമ്മാ പറഞ്ഞാണോ? കർത്താവ് വഴി തുറന്നാൽ സമുദ്രത്തിനും സ്വർഗം വഴി തുറക്കും. ഇന്ന് പകൽ മുമ്പിൽ ചെങ്കടൽ ആർത്തിരുമ്പുമ്പോൾ പിമ്പിൽ പറവോന് സൈന്യം ആമേ കർത്താവ് വെല്ലുവിളി ഉയർത്തുമ്പോൾ വഴിയും ആമേ സത്യവും ജീവനമായവൻ ആമേൻ്റെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഇറങ്ങി ഒറ്റ രാത്രി കർത്താവ് ഒരു കാറ്റ് വീശിയപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സകലതും തകർത്ത് തരിപ്പണമാക്കിയെങ്കിൽ പെട്ടെന്ന് ആമേ ദൈവത്തിൻ്റെ സമയമായപ്പോൾ സ്വർഗത്തിലെ ദൈവം കാറ്റിൻ്റെ നടുവിൽ ഇറങ്ങി പ്രത്യക്ഷപ്പെട്ടതുപോലെ ഒരു വലിയ പെരുങ്കാറ്റ് വീശി, ഒരു വലിയ കിഴക്കൻ കാറ്റ് വീശി ആമേൻ ആ സമുദ്രത്തെ ഒറ്റ രാത്രി കൊണ്ട് ഉണങ്ങിയ നിലമാക്കി സമുദ്ര
സമുദ്രത്തെ വഴിയാക്കി മറുകരയുടെ തീരത്തെത്തിച്ച ദൈവത്തിന്റെ അതിശയകര അദൃശ്യകര അത്ഭുതകര ഇവിടെ ശക്തമായി വ്യാപരിക്കുന്നത്. ആർക്കൊക്കെ വിശ്വസിപ്പാൻ യേശുവിന്റെ നാമത്തെ കൃപയുണ്ട്. അവർ കരങ്ങളടിച്ച് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ചു പറ, നിന്റെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തി ഈ പെരുവെള്ളത്തിൽ നിന്നെ മുക്കിക്കളയുമെന്ന്, നിന്നെ തകർത്തു കളയുമെന്ന് യേശു ഈ ദിവസങ്ങൾ ദുഷ്ടപിശാച് വെല്ലുവിളി ഉയർത്തുമ്പോൾ യേശുവിന്റെ നിങ്ങളുടെ നാമത്തിൽ ഒരു കിഴക്കൻ കാറ്റ് ഇന്ന് പകൽ ആത്മാവിന്റെ ദൂത് ശക്തിയായി വ്യാപരിക്കട്ടെ. കർത്താവേ ഹല്ലേലൂയ. ശക്തിയോടെ പെയ്തിറങ്ങട്ടെ. ഉണങ്ങിയ നിലമായി ഡ്രൈ ലാൻഡിൽ നിന്നെ മറുകരയുടെ തീരത്തെത്തിക്കുന്നൊരു ദൈവം. പെരുവെള്ളം പോലെ ശത്രു നിന്റെ വഴികളെ അടച്ച് ദൈവാത്മാ വീണ്ടും പറയുന്നു, ഏത് ഹാമാൻ കഴുമരമൊരുക്കി കാത്തിരുന്നു, ആ ഹാമാനെ തന്നെ ഒരുക്കിയ കഴുമരത്തിൽ കുടുക്കിയവൻ്റെ കരം ഇന്ന് പകൽ ആർക്കൊക്കെ വേണ്ടി ശക്തമായി ഈ ദൂതിന് നടുവിൽ ചലിക്കുന്നുണ്ട് എന്ന് ആത്മാവ് തെളിവായി പറയുന്ന ആലോചന ഏറ്റെടുത്ത സ്തോത്രം പറയുക. നിന്ദിക്കുന്നവരുടെ നടുവിൽ, പഴിക്കുന്നവരുടെ നടുവിൽ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി അടയാളം ഒരുക്കുക. കർത്താവിൻ്റെ കരം ഇന്ന് കുറുകിപ്പോയിട്ടെന്ന് വിശ്വസിപ്പ. അഭിഷേകം പ്രാപിച്ച ദൈവജനമേ, നിന്റെ മുൻപോട്ടുള്ള വഴികളെ തടയുന്ന ചെങ്കടലിന്റെ ശക്തിയെ വെട്ടി മാറ്റുക. കഴിവുള്ള ദൈവത്തിന്റെ കരം ഇവിടെ വ്യാപരിക്കുന്നത് ആത്മാവെ കാണുന്ന ദൈവജന ആത്മാവ് അടങ്ങിയിരിക്കാതെ സ്തോത്രത്തെ ജാഗരിച്ച് തമ്പുരാനെ വാറ്റി പാടട്ടെ. ഈ സമുദ്രത്തിൽ ഒരു വഴിയുണ്ട്, ഈ പെരുവെള്ളത്തിലൊരു വഴിയുണ്ട്. ഈ പെരുവെള്ളത്തിന് മുക്കിക്കളയാനല്ല, ഇത് നിന്നെ തകർത്ത് കളയാനല്ല. ജാതികളുടെ നടുവേ, സഭയുടെ നടുവേ, കുടുംബത്തിന്റെ നടുവേ ഒരു അത്ഭുത സാക്ഷ്യം അതിന് പുറത്തു കൊണ്ട് പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കാര്യം. ഈ പെരുവെള്ളത്തിന്റെ നടുവിൽ വഴി തുറക്കുന്ന വഴിയോ സത്യവ ജീവനമായവ. ഓ ഗ്ലോറി 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 ഗ്ലോറി. ശക്തിയോടെ കർത്താവിന്റെ സാന്നിധ്യം ഈ പ്രാർത്ഥനത്തെ വ്യാപരിക്കുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദാനിയേലിന് വിരോധമതികളെ കൈയെടുത്ത് കൈരേഖ തിരുത്തി കുറിച്ചതുപോലെ നിനക്ക് വിരോധമതികളെ കൈയെഴുത്തിന്റെ ശക്തികൾ, ചില കൈരേഖയുടെ ശക്തികൾ സ്വർഗ്ഗമുഖങ്ങൾ തിരുത്തി കുറിക്കുന്നത് ആത്മാവ് ശക്തമായി വെളിപ്പെടുന്ന ദൂതനായി സ്തോത്രം ചെയ്യുവാൻ. ഓ ദൂഡാമല രഹസ്യാരമ രേഖൗഷധന ദുഡബല രഗദന രേബന റംദല രഗശി ലേഖേ റദുനി അംദല രഹസ്യാരമ രക്തതായ യേശുവിന്റെ നാമത്തിൽ ആർപ്പോടെ തിരുനാമത്തെ സ്തുതിക്കുക. വിശ്വാസത്തിന്റെ ആർപ്പുവിളികൾ മുടക്കി കർത്താവിന് സ്തോത്രേകം ഉറപ്പിക്കുക. പരിശുദ്ധമേ, ശക്തി പകരണമേ, ആത്മാവിന്റെ സാന്നിധ്യം പെയ്തിറങ്ങണമേ. ഹല്ലേലൂയ. ഓ ഗ്ലോറി 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 ഗ്ലോറി. സമുദ്രത്തിൽ വഴി തുറക്കുന്നൊരു ദൈവം. ആ ദൈവം മരുഭൂമിയിലും വഴി തുറക്കും, മലകളെ വഴിയാക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽ കർത്താവിന് കഴിയാത്തൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ ഈ വാക്കുകളെ തൽക്കാലം അവസാനിപ്പിക്കുക. ദൈവത്തിൻ്റെ ആലോചന ഇന്ന് പകലോടെ പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനം ഇവിടെ ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ചില ജീവിതങ്ങൾക്ക് വേണ്ടി ഇന്ന് വരെ കാണാത്ത ചില പുതുവഴികളിലേക്ക് കർത്താവ് ചില ജീവിതങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവവചനത്തിൻ്റെ ശക്തിക്കാണ് ഞാൻ സ്തോത്രം ചെയ്ത്. സമുദ്രത്തിൽ വഴി തുറക്കുന്നവൻ. ആ യെശയ്യാ 43:19 എഴുതിയിട്ടുണ്ട്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ തന്നെ ഉത്ഭവിക്കും. ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന സ്ഥലത്ത് പാതകളും തുറക്കും. യേശുവിൻ്റെ രക്തത്താജയം. മരുഭൂമി പോലെ ഉണങ്ങി വരണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ കർത്താവ് ഇന്ന് പകൽ ശക്തമായൊരു ആലോചന പറയുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ തന്നെ ഉത്ഭവിക്കും. ഇന്ന് പകലെ ആരാധനയ്ക്ക് ഒരു പൊത്തുപുരത്തെ ആരാധന, സാധാരണ ആരാധന